ഹരി ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ तं സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതി തീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം तं വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമുംഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷിഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. എല്ലാവർക്കും ഇന്ന് 4-ാം ഓണം ചതയം ആശംസകൾ. ഓണത്തിൻ്റെ വലിയ തിരക്കുകളൊക്കെ കഴിഞ്ഞ് അവസാനത്തെ ഭാഗമാണ്. എന്തെങ്കിലുമൊക്കെ ശേഷിച്ചിട്ടുണ്ടെങ്കിൽ അടിയും പൊടിയൊക്കെ ചേർത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അല്ലേ ഭഗവാനും നമുക്കും ആസ്വദിക്കാനുള്ളതായിട്ടുള്ള ദിവസം. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ വന്നിടത്തേക്ക് യാത്രയാക്കുക, ഉദ്വാസനം. അത് നല്ല ദിവസം നോക്കി ചെയ്യുക എന്നൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഇന്ന് ചെയ്യില്ല, നാളെയാണ് പതിവ്. മാതേവരെ വെച്ചിട്ടുള്ളവർ മാതേവരാണ്, മാവേലിയല്ല. തൃക്കാക്കര അപ്പനെയാണ് എഴുന്നള്ളിച്ച് പൂജിക്കുന്നത്. ഇന്നലെ എല്ലാം വിശദമായിട്ട് പറഞ്ഞു. ഇന്നലെ കുറച്ച് കൂടിപ്പോയി എന്നേ സംശയമുള്ളൂ. എന്തായാലും എല്ലാവർക്കും ചതയം ദിനം ആശംസകൾ. ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി വരുന്നില്ല. കാരണം കന്നിമാസത്തിലേക്ക് കടന്നതുകൊണ്ട് ചിങ്ങമാസത്തിൽ തന്നെ ശ്രീനാരായണ ഗുരു ജയന്തി ആചരിച്ചു. ഇനിയിപ്പോൾ 21-ാം തീയതി ശ്രീനാരായണ ഗുരു സമാധി ദിനം വരുന്നുണ്ട്. അതെല്ലാവരും ആചരിക്കുക. ഗുരുനാഥനെ ഭക്തിപൂർവം സ്മരിക്കുക. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നമ്മൾ ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് തിരിച്ചു കയറുകയാണ്. ഇടയ്ക്കൊരു 2-3 ദിവസത്തെ ബ്രേക്ക് എടുത്തു. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ഒഴുകുന്നു. ശ്രീകൃഷ്ണ ലീലാമൃതം. അത് ഭാഗവതം ദശമസ്കന്ധം 11-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഭഗവാന്റെ ബൃഹദ്വനം എന്നുള്ള ഗോകുലത്തിലെ ലീലകൾ പൂർത്തിയാവുകയാണ്. ഇനി വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വൃന്ദാവന യാത്ര അത് വിശദമായിട്ട് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ബൃഹദ്വനത്തിൽ അടിക്കടി പല ആപത്തുകളും വരുന്നത് കണ്ട് ഇതൊക്കെ ദുർനിമിത്തങ്ങളാണെന്ന് ഗോപന്മാർ ചർച്ച ചെയ്ത് ഈ സ്ഥലം ഇപ്പോൾ പ്രതികൂലമായിട്ടുള്ളൊരു സ്ഥാനമാണ്, വാസസ്ഥാനമായിട്ട് നമുക്ക് തുടരാൻ പറ്റില്ല എന്നുള്ള മുതിർന്ന ഗോപന്മാരുടെ അഭിപ്രായത്തെ അംഗീകരിച്ചുകൊണ്ട് എല്ലാവരും കൂടെ ബൃഹദ്വനം എന്നുള്ള ഗോകുലത്തെ ഉപേക്ഷിച്ചുകൊണ്ട്
പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി വൃന്ദാവനം എന്നുള്ള ആ ഭൂമിയിലേക്ക് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മടിത്തട്ടിലുള്ളതായിട്ടുള്ള യമുനാ നദിയുടെ തീരത്തുള്ളതായിട്ടുള്ള വൃന്ദാവനത്തിലേക്ക് യാത്രയാവുകയാണ്. ആ വൃന്ദാവനത്തിൽ നടക്കുന്ന ലീലകളാണിനി വളരെ വിശദമായിട്ട് നമ്മൾ കാണുക. ഇപ്പോൾ ഭഗവാൻ ഏകദേശം 4 വയസ്സിൻ്റെ അടുത്ത് ആയിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. ഇനി 11ാം വയസ്സ് വരെയാണ് ഭഗവാൻ വൃന്ദാവനത്തിൽ. അപ്പോൾ 7 വർഷത്തോളമുള്ള ഭഗവാന്റെ വൃന്ദാവന ലീലകളിൽ ഏതാനും ചിലത് എടുത്തു വർണ്ണിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ഏറ്റവും വിശേഷപ്പെട്ട ലീലകളെ എടുത്തു വർണ്ണിച്ചിരിക്കുന്നു. അതാണ് ഇനി വരാനിരിക്കുന്ന ലീലകൾ, വൃന്ദാവന ലീലകൾ. ഭഗവാൻ ഓരോ ദിവസവും ഓരോ നിമിഷവും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, എല്ലാവരെയും രസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതെല്ലാം ഒന്നും വർണ്ണിക്കാനായിട്ട് ആർക്കും ആവില്ല. 1000 നാവുള്ള ആദിശേഷന് പോലും സാധ്യമല്ല. അപ്പോൾ വെറും ചുരുങ്ങിയ ദിവസം മാത്രം ആയുസ്സുള്ള പരീക്ഷത്ത് രാജാവിനോട് ശ്രീ ശുഖബ്രഹ്മർഷി കാരുണ്യം കാണിച്ചുകൊണ്ട് ചുരുക്കി അവതരിപ്പിക്കുകയാണ്. ഭഗവാന്റെ വൃന്ദാവന ലീലകളെ ഏറ്റവും ചുരുക്കത്തിൽ അവതരിപ്പിക്കുന്നതാണ്. എങ്കിലും നമ്മളെ സംബന്ധിച്ച് അത് വലിയ കാര്യമായി, നമുക്ക് വലിയ അനുഗ്രഹമായി ഭഗവാന്റെ ആ ലീലകൾ. അത്രയെങ്കിലും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അത്ര പോലും കേൾക്കാനുള്ള ക്ഷമയില്ലാത്തവരാണ് ഈ ലോകത്ത് കൂടുതൽ ആളുകളും. ഭഗവാന്റെ ലീലകൾ ആവർത്തിച്ച് കേൾക്കുന്ന ആളുകൾക്ക് എത്ര കേട്ടാലും മതിയാവില്ല. ഇതുവരെ കേട്ടിട്ടില്ലാത്തവർക്ക് കേൾക്കുകയും വേണ്ട. ഇങ്ങനെ 2 തരക്കാരാണ് ലോകത്ത്. അവരുടെ പാപമാണ് അവർക്ക് അതിനുള്ള മനസ്സുണ്ടാക്കാത്തത്, അതിന് വിരുദ്ധമായിട്ട് അവരെ പ്രവർത്തിപ്പിക്കുന്നത്. ഭഗവാന്റെ ലീലകൾ കേട്ട് ആനന്ദിക്കാനായിട്ട്, അതിൽ രതി ഉണ്ടാവാനായിട്ട്, അതിലൂടെ ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രേമം വർദ്ധിക്കാനായിട്ട്, അതിലൂടെ ഈ ലോകത്തോട് ഉള്ള ആസക്തി കുറയാൻ, എന്നിട്ട് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തരായി ആനന്ദം അനുഭവിക്കാൻ അതിനുള്ള യോഗ്യത ഉള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതില്ലാത്തവർക്ക് ഈ കഥയിൽ രുചി ഉണ്ടാവുകയില്ല. അവരിങ്ങനെ ക്രൂര കൃത്യങ്ങൾ ചെയ്തുകൊണ്ട്, ഹിംസ ചെയ്തുകൊണ്ട്, പശുക്കളെയും മറ്റ് മൃഗങ്ങളെയൊക്കെ ഹിംസിച്ച് ഭക്ഷിച്ച് അങ്ങനെ കഴിയുന്ന കൂട്ടരായി തന്നെ പാപം വർദ്ധിപ്പിച്ചുകൊണ്ട് ദുഃഖസമുദ്രത്തിൽ മുങ്ങി കഴിയാൻ വിധിക്കപ്പെട്ടവരാണ്. എന്തു ചെയ്യാൻ പറ്റും? നമുക്ക് കരയിൽ നിന്ന് വിളിച്ച് വിളിച്ച് പറയാം നമുക്ക് അവരോട്, ഇങ്ങോട്ട് കയറൂ, കരയ്ക്ക് കയറൂ, ഭഗവാന്റെ ഭക്തിയാകുന്ന തീരത്തേക്ക് വരൂ, ഭാഗവത തീരത്തേക്ക് വരൂ എന്ന് വിളിക്കാം. പക്ഷെ ആര് കേൾക്കാൻ? അതിനുള്ള യോഗ്യതയുള്ളവർ മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ ഈ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ധന്യരാണ്, പുണ്യാത്മാക്കളാണ്, ഭഗവാനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് സ്വയം ബോധിക്കുക. അതിൽ സന്തോഷം, നിർവൃതി ഉണ്ടായിരിക്കുക. നിങ്ങളുടെ ജീവിതം ധന്യമാകട്ടെ. അപ്പോൾ ദശമസ്കന്ധത്തിലെ 11ാം അധ്യായം നമുക്ക് വായിക്കാം. ദാമോദര ലീലയുടെ അവസാന ഭാഗം കുറച്ചുണ്ട് ഇതിൽ. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ വൃന്ദാവനത്തിലെ ചില ചില്ലറ കളികളും കൂടി വർണ്ണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ബൃഹദ്വനത്തിലെ ചില ചില്ലറ കളികൾ കൂടി വർണ്ണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വൃന്ദാവന യാത്ര. പിന്നെ വൃന്ദാവനത്തിൽ എത്തുന്നതും എത്തിയ പിറ്റേ ദിവസം തന്നെ ഭഗവാൻ തൻ്റെ കർത്തവ്യങ്ങളിലേക്ക് കടക്കുന്നതും പശുക്കുട്ടികളെ മേയ്ക്കാൻ പോകുന്നതും ബത്സാസുരൻ, ബകാസുരൻ മുതലായ അസുരന്മാരുടെ വധം ആരംഭിക്കുന്നതും ഈ അധ്യായത്തിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് വരാം. വലിയ അധ്യായമാണ്. എത്ര ശ്ലോകമുണ്ട്? 59 ശ്ലോകങ്ങളുള്ള അധ്യായമാണ്. മുഴുവൻ വായിച്ചിട്ട് കഥകളിലേക്ക് വരാം.
ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ ഏകാദശോऽധ്യായः. ശ്രീശുക ഉവാച. ഗോപാനന്ദാദയഃ ശ്രുത്വാ ദ്രുമയോः പതതോരവം തത്രാ ജഗ്മുഃ കുരുശ്രേഷ്ഠ നിർഘാതഭയശങ്കിതാः. ഭൂമ്യാം നിപതിതൗ തത്ര ദദൃശുര്യമളാർജുനൗ ബഭ്രമുസ്തത വിജ്ഞായ ലക്ഷ്യം പതനകാരണം ഉലൂഖലം വികർഷന്തം ദാംനാബദ്ധം ച ബാലകം കസ്യേതം കുത ആശ്ചര്യം ഉൽപാദയിതി കാതരാഃ. ബാലാ ഊചുരനേനേതി തിര്യഗതമുലൂഖലം വികർഷതാമധ്യഗേന പുരുഷൗ അപി അചക്ഷ്മഹി. ന തേ തദുക്തം ജഗൃഹുഃ ന ഘടേദേതി തസ്യ തത് ബാലസ്യോൽപാടനം തർവോഃ കേചിത് സന്ദിഗ്ധചേതസഃ. ഉലൂഖലം വികർഷന്തം ദാംനാ ബദ്ധം സ്വമാത്മജം വിലോക്യ നന്ദപ്രഹസദ്വദനോ വിമുമോചഃ. ഗോപീഭിസ്തോഭിതോ ആനൃത്യത് ഭഗവാൻ ബാലവത് ക്വചിത് ഉദ്ഗായതി ക്വചിന്മുഗ്ധഃ തദ്വശോ ദാരുയന്ത്രവത്. ബിഭർത്തി ക്വചിതാജ്ഞപ്തഃ പീഡകോന്മാനപാദുകം ബാഹുക്ഷേപം ച കുരുതേ സ്വാനാം ച പ്രീതിമാവഹൻ. ദർശയൻ തദ്വിദാം ലോകേ ആത്മനോ വൃത്യവശ്യതാം വ്രജസ്യോവാഹ വൈഹർഷം ഭഗവാൻ ബാലചേഷ്ടിതൈഃ. ക്രീണീഹി ഭോ ഫലാനി ഇതി ശ്രുത്വാ സത്വരമച്യുതഃ ഫലാർത്ഥീ ധാന്യമാദായ യയൗ സർവബലപ്രദഃ. ഫലവിക്രയിണീ തസ്യ ച്യുതധാന്യം കരദ്വയം ഫലൈരപൂരയത് രത്നൈഃ ഫലഭാണ്ഡം അപൂരി ച. സരിത്തീരഗതം കൃഷ്ണം ഭഗ്നാർജുനം അദാഹ്വയത് രാമം ച രോഹിണീ ദേവി ക്രീഡന്തം ബാലകൈർഭൃശം. നോപേയാതാം യദാഹൂതൗ ക്രീഡാസംഗേന പുത്രകൗ യശോദാം പ്രേഷയാമാസ രോഹിണീ പുത്രവത്സലാം. ക്രീഡന്തം സാ സുതം ബാലൈഃ അതിവേലം സഹാഗ്രജം യശോദാജോഹവീത് കൃഷ്ണം പുത്രസ്നേഹസ്നുതസ്തനീ. കൃഷ്ണ കൃഷ്ണാരവിന്ദാക്ഷ താത ഏഹി സ്തനം പിബ അലം വിഹാരൈക്ഷുക്ഷാന്തഃ ക്രീഡാശ്രാന്തോऽസി പുത്രക. ഹേ രാമാഗച്ഛ താദാശു സാനുജകുലനന്ദന പ്രാതരേവ കൃതാഹാരഃ തദ്ഭവാൻ ഭോക്തുമർഹതി. പ്രതീക്ഷത്തെ ത്വാം ദശാർഹ ഭോക്ഷ്യമാണോ വ്രജാദിഭഃ ഏഹ്യാവയോഃ പ്രിയം ദേഹി സ്വഗൃഹാൻ യാത ബാലകാഃ. ധൂളിധൂസരിതാംഗഃ ത്വം പുത്രമജ്ജനമാവഹ ജന്മർക്ഷമദ്യ ഭവതോ വിപ്രേഭ്യോ ദേഹികാ ശുചിഃ. പശ്യ പശ്യ വയസ്യാൻ തേ മാതൃമൃഷ്ടാൻ സ്വലംകൃതാൻ ത്വം ച സ്നാതകൃതാഹാരോ വിഹരസ്വസ്വലംകൃതഃ. ഇത്തം യശോദാ തമശേഷശേഖരം മത്വാ സുതം സ്നേഹനിബദ്ധധീർനൃപ. ഹസ്തേ ഗൃഹീത്വാ സഹ രാമമച്യുതം നീത്വാ സ്വവാടം കൃതവത്യഥോദയം. ഗോപവൃദ്ധാമഹോൽപാദാൻ അനുഭൂയ ബൃഹദ്വനെ നന്ദാദയഃ സമാഗമ്യ വ്രജകാര്യം അമന്ത്രയൻ. തത്രോപനന്ദനാമാഃ ഗോപോ ജ്ഞാനവയോധികഃ ദേശകാലാർത്ഥതത്ത്വജ്ഞഃ പ്രിയകൃത് രാമകൃഷ്ണയോഃ. ഉത്താതവ്യമിതോസ്മാഭിः ഗോകുലസ്യ ഹിതൈഷിഭിः ആയാന്യത്ര മഹോൽപാദാ ബാലാനാം നാശഹേതവഃ. മുക്തഃ കഥഞ്ചിത് രാക്ഷസ്യാ ബാലഘ്ന്യാ ബാലഗോ ഹ്യസൗ ഹരേരനുഗ്രഹാത് നൂനം അനശ്ചോപരിനാപതത്. ചക്രവാതേന നീതോയം ദൈത്യേന വിപദം വിയത ശിലായാം പതിതസ്തത്ര പരിത്രാദഃ സുരേശ്വരൈഃ. യന്നമ്രിയേതദ്രുമയോരന്തരം പ്രാപ്യ ബാലകഃ അസൗ അന്യതമോ വാപി തദപി അച്യുതരക്ഷണം. യാവദൗൽപാദികോ അരിഷ്ടോ വ്രജം നാഭിഭവേദിതഃ
താവത് ബാലാനുപാദായ യാസ്യാമോന്യത്ര സാനുഗാഃ വനം വൃന്ദാവനം നാമ പശവ്യം നവകാനനം ഗോപഗോപീഗവാം സേവ്യം പുണ്യാദ്രിതൃണവീരുധം തത്തത്രാദ്യൈവ യാസ്യാമഃ ശകടാൻ യുക്തമാചിരം ഗോദനാന്യഗ്രതോ യാന്തു ഭവതാം യതി रोचते തശ്രുത്വൈകതിയോ ഗോപാ സാധു സാധ്വിതിവാദിനഃ വ്രജാൻ സ്വാൻ സ്വാൻ സമായുജ്യ യയു രൂഢപരിച്ഛദാഃ വൃദ്ധാൻ ബാലാൻ സ്ത്രിയോ രാജൻ സർവോപകരണാനി ച അനസു ആരോപ്യ ഗോപാലായത്താ ആത്തശരാസനാഃ ഗോധനാനി പുരസ്കൃത്യ ശൃംഗാണ്യാപൂര്യ സർവതഃ തൂര്യഘോഷേണ മഹതായയുഃ സഹ പുരോഹിതാഃ ഗോപ്യോ രൂഢരഥാ നൂത്തനകുചകുങ്കുമകാന്തയഃ കൃഷ്ണലീലാജഗുഃ പ്രീതാ നിഷ്കകണ്ഠ്യഃ സുവാസസഃ തദാ യശോദാരോഹിണ്യൗ ഏകം ശകടമാസ്ഥിതേ രേചതു കൃഷ്ണരാമാഭ്യാം തൽകഥാ ശ്രവണോത്സുകേ വൃന്ദാവനം സംപ്രവിശ്യ സർവകാലസുഖാവഹം തത്ര ചക്രുർവ്രജാവാസം ശകടൈരർദ്ധചന്ദ്രവത് വൃന്ദാവനം ഗോവർദ്ധനം യമുനാ പുളിനാനി ച വീക്ഷ്യാസീദുത്തമാ പ്രീതിഃ രാമമാധവയോ നൃപ ഏവം പ്രജൗഗസാം പ്രീതിം യച്ഛന്തൗ ബാലചേഷ്ടിതൈഃ കളവാക്യൈ സ്വകാലേന വത്സപാലൗ ബഭൂവതുഃ അവിദൂരേ വ്രജഭുവഃ സഹ ഗോപാലധാരകൈഃ ചാരയാമാസ തുർവത്സാൻ നാനാക്രീഡാപരിച്ഛദൗ ക്വചിത് വാദയതോ വേണും ക്ഷേപണൈ ക്ഷിപതഃ ക്വചിത് പാദൈ കിങ്കിണീഭിഃ ക്വചിത് കൃത്രിമഗോവൃഷൈഃ വൃഷായമാനൗ നർദന്തൗ യുയുധാതെ പരസ്പരം അനുകൃത്യ ഋതൈർജന്തൂൻ ചേരതുഃ പ്രാകൃതൗ യഥാ കദാചിത് യമുനാതീരെ വത്സാൻ ചാരയതോ സ്വകൈഃ വയസ്യൈ കൃഷ്ണബലയോഃ ജിഗാംസുർദൈത്യ ആഗമത തം വത്സരൂപിണം വീക്ഷ്യ വത്സയൂഥഗതം ഹരിഃ ദർശയൻ ബലദേവായ ശനൈർമുഗ്ധൈവാസതത് ഗൃഹീത്വാ പരപാദാഭ്യാം സഹലാംഗൂലമച്യുതഃ ഭ്രാമയിത്വാ കപിത്ഥാഗ്രേ പ്രാഹിണോ ഗതജീവിതം സ കപിത്ഥൈർമഹാകായഃ പാത്യമാനൈഃ പപാദഃ തം വീക്ഷ്യ വിസ്മിതാ ബാലാ ശശംസു സാധു സാധ്വിതി ദേവാശ്ച പരിസന്തുഷ്ടാ ബഭൂവുഃ പുഷ്പവർഷിണഃ തൗ വത്സപാലകൗ ഭൂത്വാ സർവലോകൈകപാലകൗ സപ്രാതരാശൗ ഗോവത്സാൻ ചാരയന്തൗ വിചേരതുഃ സ്വം സ്വം വത്സകുലം സർവേ പായയിഷ്യന്ത ഏകദാ ഗത്വാ ജലാശയാഭ്യാസം പായയിത്വാ പപുർജലം തേ തത്ര ചതുർഷുർമാലാ മഹാസത്വമവസ്ഥിതം തത്ര സുർവജ്രനിർഭിന്നം ഗിരേഃ ശൃംഗമിവച്യുതം സ വൈ ഭഗോ നാമ മഹാൻ അസുരോ ഭഗരൂപദൃക് ആഗത്യ സഹസാ കൃഷ്ണം തീക്ഷ്ണതുണ്ഡോഗ്രസീദ് അഗ്രസദ്ബലീ കൃഷ്ണം മഹാഭഗഗ്രസ്തം ദൃഷ്ട്വാ രാമാദയോർഭഗാഃ ബഭൂവുരിന്ദ്രിയാണീവ വിനാ പ്രാണം വിചേതസഃ തം താലുമൂലം പ്രദഹന്തമഗ്നിവദ്ഗോപാലസൂനം പിതരം ജഗദ്ഗുരോഃ ചക്ഷർദ സദ്യോതിരുഷാക്ഷതം ഭഗഃ തുണ്ടേന ഹന്തും പുനരഭ്യപദ്യത തമാപതന്തം സനിഗൃഹ്യ തുണ്ടയോഃ ദോർഭ്യാം ഭഗം കംസസകം സതാംപതിഃ പശ്യൽസു ബാലേഷു ദദാരലീലയാ മുദാവഹോ വീരണവദ്വിവൗകസാം തദാ ബകാരിം സുരലോകവാസിനഃ സമാകിരന്നന്ദനമല്ലികാദിഭിഃ സമീഡിരേ ചാനകശങ്കസംസ്തവൈഃ തദ്വീക്ഷ്യ ഗോപാലസുതാ വിസിസ്മിരേ മുക്തം ബകാസ്യാതുപലഭ്യ ബാലക രാമാദയ പ്രാണമിവ ഇന്ദ്രിയോ ഗണഃ സ്ഥാനാഗതം തം പരിരഭ്യ നിർവൃതാഃ പ്രണീയ വത്സാൻ വ്രജമേത്യ തജ്ജഗുഃ ശ്രുത്വാ തദ്വിസ്മിതാ ഗോപാ ഗോപ്യശ്ചാദിപ്രിയാ ധൃതാഃ
പ്രത്യാഗതമിവ ഉത്സുക്യാദൈക്ഷന്തതൃഷിതേ ക്ഷണാഃ അഹോപദാസ്യ ബാലസ്യ ബഹവോ മൃത്യവോ ഭവൻ അപ്യാസീതി പ്രിയം തേഷാം കൃതം പൂർവം യതോ ഭയം അദാപ്യഭിഭവന്ത്യേനം നൈവ തേ ഘോരദർശനാഃ ജിഗാംസയൈനമാസാദ്യ നശ്യന്ത്യഗ്നൗ പതംഗവത് അഹോ ബ്രഹ്മവിദാം വാചോ നാസത്യാ സന്ധി കർഹിചിത് ഗർഗോ യദാഹ ഭഗവാൻ അന്വഭാവി തദൈവ തത് ഇതി നന്ദാദയോ ഗോപാ കൃഷ്ണരാമ കഥാം മുദാ കുർവന്തോരമമാണശ്ച നാവിന്ദൻ ഭവവേദനാം ഏവം വിഹാരൈഃ കൗമാരൈഃ കൗമാരം ജഹതുർവ്രജേ നിലായനൈ സേതുബന്ധൈർമർക്കടോത്പ്ലവനാദിഭിഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ വത്സ ഭഗവതോ നാമ ഏകാദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത്പ്രണാമേ ദൃഷ്ടിഃ സതാം ദർശനേസ്തു ഭവത്തനൂനാം. നമ്മൾ ഭഗവാന്റെ ബാലലീലകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 9ഉം 10ഉം അധ്യായങ്ങളിൽ ഭഗവാന്റെ ദാമോദര ലീല, ഉലൂകലബന്ധനവും, തുടർന്ന് ഭഗവാൻ കുബേരപുത്രന്മാരായ നളകൂബര മണിഗ്രീവന്മാർ വൃക്ഷാവസ്ഥയെ പ്രാപിച്ചിരുന്നു. നാരദ ശാപത്താൽ അവർക്ക് മോക്ഷം കൊടുത്തതായിട്ടുള്ള കഥ വിസ്തരിച്ച് കണ്ടു. അവരുടെ ഐശ്വര്യമതം നാരദ ശാപത്താൽ നശിച്ച് അവരിപ്പോൾ വളരെ യോഗ്യന്മാരായി അവരുടെ പൂർവ്വസ്ഥാനത്തെ പ്രാപിച്ചു, മോചിതരായി. അങ്ങനെയുള്ള അവരുടെ പ്രാർത്ഥനയാകട്ടെ നമുക്ക് ഈ കഥകളിൽ നിന്ന് എന്നും ഓർമ്മിക്കാനുള്ള അതിൻ്റെ ആ കഥകളുടെ ഒരു മുഴുവൻ കീ ആയിട്ടുള്ള ഒരു ശ്ലോകം. ആ ശ്ലോകം ഈ കഥകൾക്ക് മുഴുവൻ കീ ആണ്, അല്ലേ? ഈ താക്കോല് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആ കഥയെ മുഴുവൻ തുറക്കാം. എന്ന് വെച്ചാൽ ആ കഥ മുഴുവൻ അനുസ്മരിക്കാം, ആ കഥയുടെ സാരം മുഴുവൻ ഉൾക്കൊള്ളാം. ഓരോ കഥകളിലും ഇതുപോലെയുള്ള ഓരോ കീ വേർഡുകളോ കീ സെൻറ്റൻസുകളോ കീ ശ്ലോകങ്ങളോ ഉണ്ടാവും. അത് നമ്മൾ ഉള്ളിലേക്ക് എടുത്തു വെച്ചാൽ എന്നും അത് നമ്മളെ അനുഗ്രഹിക്കും. ഈ പ്രാർത്ഥന നിങ്ങളുടെ ചുണ്ടുകളിൽ എപ്പോഴും ഉണ്ടാവട്ടെ. നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ഭഗവാന്റെ ഗുണകഥനമാകട്ടെ. നമ്മുടെ കാതുകൊണ്ട് കേൾക്കുന്നതെല്ലാം ഭഗവാന്റെ കഥകളാകട്ടെ, ഭഗവാന്റെ മാഹാത്മ്യമാവട്ടെ. നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാന്റെ കൃത്യങ്ങളാവട്ടെ, ഭഗവാന്റെ സേവയാവട്ടെ, പൂജയാവട്ടെ. നമ്മുടെ മനസ്സ് ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കുന്നതിൽ എപ്പോഴും രമിക്കട്ടെ. നമ്മുടെ ശിരസ് ഭഗവാന്റെ നിവാസസ്ഥാനമായ ഈ ജഗത്തിനെ പ്രണമിക്കുന്നതിൽ എപ്പോഴും നിരതമായിരിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ ഭഗവാന്റെ തന്നെ മൂർത്തികളായിരിക്കുന്ന സജ്ജലങ്ങളെ ദർശിക്കുന്നതിൽ ഭാഗ്യം ചെയ്തതായി തീരട്ടെ. ഏത് സജ്ജലങ്ങളെ കണ്ടാലും തിരിച്ചറിയാനും ബഹുമാനിക്കാനുള്ള പാകത നമുക്കുണ്ടാവട്ടെ. ഇങ്ങനെ ഈ നളകൂപര മണിഗ്രീവന്മാരെ ഭഗവാൻ അയക്കുന്ന രംഗവും കൂടി അവസാനം കണ്ടു. നിങ്ങളുടെ ഈ കഥ ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ട്. ആ കാരുണ്യമൂർത്തിയായ നാരദർഷിയാൽ നിങ്ങളെ അനുഗ്രഹം ചെയ്തതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സമചിത്തന്മാരായ സാധുക്കൾ
അവരെന്നിൽ തന്നെ മനസ്സുറപ്പിച്ചവരാകുന്നു. അവരെ ദർശിക്കുന്നത് ഒരു കാലത്തും ബന്ധന കാരണമാവുകയില്ല. സൂര്യനെ കാണുന്നത് അല്ലെങ്കിൽ സൂര്യപ്രകാശം ഒരിക്കലും നമുക്ക് അന്ധകാരത്തിന് കാരണമാവില്ലല്ലോ. അതുപോലെ അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പൂർവ്വസ്ഥാനത്തേക്ക് പോയിക്കൊള്ളുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നിൽ നല്ല ഭക്തി ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പുരുഷാർത്ഥങ്ങളെല്ലാം സാധിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ യാത്രയാക്കുന്നതും അവർ ഭഗവാനെ വീണ്ടും വീണ്ടും പ്രദക്ഷിണ നമസ്കാരങ്ങൾ ചെയ്ത് യാത്ര പറഞ്ഞ് ഉത്തരാം ദിശം ജഗ്മതുഹു, വടക്ക് ദിക്കിലേക്ക് ഗമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ അധ്യായം 10-ാം അധ്യായം കണ്ടത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടൊരു 6 ശ്ലോകം കൂടി ഇതിലുണ്ട്. 11-ാം അധ്യായത്തിലെ ആദ്യത്തെ 6 ശ്ലോകം ഈ കഥയുടെ തന്നെ ഒരു ബാക്കിയാണ്. അത് നോക്കിയിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പ്രകരണത്തിലേക്ക് കടക്കാം. നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഏകാദശോऽധ്യായः. ശ്രീശുക ഉവാച. ഗോപാനന്ദാദയഃ ശ്രുത്വാ ദ്രുമയോः പതതോരവം തത്ര ജഗ്മുഃ നിർഗാദഭയശങ്കിതാഃ. ശ്രീശുക ഉവാച. ഗോപാനന്ദാദയോ ശ്രുത്വാ ദ്രുമയോഃ പതതോരവം തത്ര ജഗ്മുഃ നിർഗാദഭയശങ്കിതാഃ. ശ്രീശുക ഉവാച. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് കഥ തുടരുകയാണ്. അവിടെ കുരുശ്രേഷ്ഠ എന്ന് വിളിക്കുന്നു. ആ കൗരവ വംശത്തിൽ ജനിച്ചവരിൽ വെച്ച് ഒരു ഭാഗ്യവാനാണ് അങ്ങ്. ഈ കഥ കേൾക്കാൻ ഉള്ള യോഗം അങ്ങയ്ക്കുണ്ടായിയല്ലോ. അതുതന്നെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ കഥ അങ്ങയുടെ അന്ധകരണത്തെ ശുദ്ധീകരിക്കും. അങ്ങയുടെ ഉള്ളിൽ ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ അങ്ങ് ശ്രേഷ്ഠനാകുന്നു. അപ്പോൾ കുരുവംശത്തെ അനുഗ്രഹിച്ച ഒരു ശ്രേഷ്ഠനാകുന്നു അങ്ങ് എന്ന് പരീക്ഷത്തിനെ വിളിച്ചുകൊണ്ട് പറയണം. നന്ദാദയഃ ഗോപാഃ ദ്രുമയോഃ പതതോഃ ദ്രുമയോഃ രവം ശ്രുത്വാ നിർഘാതഭയശങ്കിതാഃ തത്ര ആജഗ്മുഃ. നന്ദാദയഃ ഗോപാഃ, നന്ദൻ മുതലായിട്ടുള്ള ഗോപന്മാര്. നന്ദൻ ഗോകുല രാജാവാണ്. അദ്ദേഹത്തിന്റെ പേര് മാത്രം എടുത്തു പറഞ്ഞ് ആദയഃ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പ്രമുഖരായിട്ടുള്ള അയൽവാസികളായിട്ടുള്ള ഗോപന്മാരെല്ലാവരും തന്നെ നന്ദാദയഃ ഗോപാഃ പതതോഃ ദ്രുമയോഃ രവം ശ്രുത്വാ. പതതോഃ പതിക്കുന്നവയായ രണ്ടിന്റെ, എന്തിന്റെ? ദ്രുമയോഃ, 2 വടവൃക്ഷങ്ങൾ അല്ലെങ്കിൽ 2 വൻവൃക്ഷങ്ങൾ, അർജുന വൃക്ഷങ്ങൾ. ആ അർജുന വൃക്ഷങ്ങൾ പതിക്കുന്നതിന്റെ രവം ശ്രുത്വ. രവം എന്നാൽ ശബ്ദം. ആ രവം. അപ്പോ രവത്തെ കേട്ടിട്ട് ശ്രുത്വ നിർഗാദഭയശങ്കിതാഃ, അവർ കേട്ട ശബ്ദം നിർഘാതം. നിർഘാതം എന്ന് പറഞ്ഞാൽ ഇടിവെട്ട്. അതിന്റെ ഭയം കൊണ്ട് ശങ്കിതരായി. ഇടിവെട്ടാണോ, ഇടിത്തീ വീഴുകയാണോ എന്നുള്ളതായിട്ടുള്ള വല്ലാത്തൊരു ഭയത്തോടുകൂടി, അത്രയും വലിയ ഗംഭീര ശബ്ദമായിരുന്നു. അവരുടെ തൊട്ടടുത്തായിട്ട് ആ വലിയൊരു അശനിപാതം എന്ന് പറയുന്ന, അശനി എന്നാൽ ഇടി മിന്നലിന്റെ പേര് തന്നെയാണ്. അപ്പൊ അശനിപാതം പോലെ, വലിയൊരു ഇടിത്തീ വീഴും പോലെ ശബ്ദം കേട്ട് ഞെട്ടിതായിട്ട് ഭയപ്പെട്ടിട്ട് ഭയശങ്കിതാഹ തത്ര ആജഗ്മുഹു. തത്ര അവിടേക്ക് ആഗമിച്ചു എന്നർത്ഥം. ഇവരെല്ലാവരും കൂടി ഓടി വന്നു. ഈ എവിടെയാണ് ഈ ശബ്ദം കേട്ടത്, ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് എല്ലാവരും ഭയത്തോടുകൂടി ആകൃഷ്ടരായി. അവർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാനുള്ള ഔത്സുക്യം, കൗതുകം എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഭയവുമുണ്ട് ഉള്ളിൽ. എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആർക്കൊക്കെ അപകടം പറ്റിയോ എന്നുള്ള ആ ഒരു ശങ്കയും അവരുടെ ഉള്ളിലുണ്ട്. മാത്രമല്ല, ഉണ്ണിക്കണ്ണൻ ആ ഭാഗത്താണ് കളിച്ചുകൊണ്ടിരുന്നതെന്ന് ചിലർക്കൊക്കെ നേരിട്ട് കണ്ടതായിട്ടൊരു ഓർമ്മ. അപ്പൊ ആ ഭാഗത്താണ് സാധാരണ ഉണ്ണിക്കണ്ണൻ കളിക്കുന്നതും. അപ്പോൾ
തീർച്ചയായിട്ടും എന്തോ കണ്ണൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ എന്നൊക്കെയുള്ള ശങ്ക നന്ദനും മറ്റുള്ളവർക്കും ഉണ്ടായി. അങ്ങനെ എല്ലാവരും കൂടി അവിടേക്ക് ഓടിച്ചെന്നു എന്നാണ്. തത്ര ആജഗ്മുഹു, അവിടെ അവർ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ ഈ ശബ്ദം ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇവർ അപ്രത്യക്ഷരാകുന്നത് വരെ ആ ശബ്ദത്തെ ഭഗവാൻ പുറത്തേക്ക് വിട്ടിരുന്നില്ല. ഈ രണ്ട് വൃക്ഷങ്ങൾ ഗംഭീര ശബ്ദത്തിലാണ് വീണത്, പക്ഷെ ആ ശബ്ദത്തെ ഭഗവാൻ തടഞ്ഞു വെച്ചു. ഭഗവാനായ സർവ ഐശ്വര്യ പരിപൂർണനായിട്ടുള്ള ഭഗവാന് ആരിൽ നിന്നാണോ ഈ ശബ്ദമെല്ലാം ഉണ്ടായത്, ഈ പ്രപഞ്ചമേ ഉണ്ടായത്, ആ ഭഗവാന് ഈ ശബ്ദത്തെ കുറച്ചു നേരത്തേക്ക് പിടിച്ചു നിർത്താൻ വല്ല പ്രയാസവുമുണ്ടോ? അപ്പോ പഞ്ചഭൂതങ്ങളും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഭഗവാൻ ഗീതയിലൂടെ പറയൂല്ലോ അല്ലേ, ഭൂതമഹേശ്വരൻ എന്നുള്ള തന്റെ ഭാവത്തെക്കുറിച്ച്. പരംഭാവം അജാനന്ദ മമ ഭൂതമഹേശ്വരം, എന്റെ ഭൂതമഹേശ്വരം പരംഭാവം അജാനന്ദ എന്നെ മാനുഷീം തനുമാശ്രിതം ഇതി മൂഢാഹ അവജാനന്തി. എന്നെ മനുഷ്യനാണെന്ന്, വെറും ഒരു മനുഷ്യ ശരീരത്തെ സ്വീകരിച്ച ഒരു പ്രാകൃത മനുഷ്യനായിട്ട് മൂഢന്മാർ എന്നെ അവഗണനയോടെ കാണുന്നു, എന്നെ ചെറുതായി കാണുന്നു. ഞാൻ ആരാ വാസ്തവത്തിൽ? എൻ്റെ പരംഭാവം എന്താണ്? ഭൂതമഹേശ്വരം. എല്ലാ ഭൂതങ്ങളെയും മഹത്തായി ഈശിക്കുന്നവനാണ് ഞാൻ. നല്ല രീതിയിൽ എൻ്റെ കൺട്രോളിൽ തന്നെയാണ്. എല്ലാവരെയും മൂക്ക് കയറിട്ട് പിടിച്ചിട്ടുള്ളവനാണ് ഞാൻ. എൻ്റെ അനുവാദം കൂടാതെ ഇവിടെ ഒരു കാറ്റ് വീശില്ല, ഇവിടെ സൂര്യൻ ഉദിക്കില്ല, ഭൂമി കറങ്ങില്ല, ഒരു പുൽക്കൊടി പോലും ഉണ്ടാവുകയില്ല. അങ്ങനെ സർവനിയന്താവായ ഏതൊരു ഭഗവാനിൽ നിന്നാണോ ശബ്ദവും ആകാശവും വായുവും എല്ലാം ഉത്ഭവിച്ചത്, ആ ഭഗവാന് ഈ ശബ്ദത്തെ നിയന്ത്രിക്കാൻ വല്ല പാടുമുണ്ടോ, വല്ല പ്രയാസവുമുണ്ടോ? അദ്ദേഹം സങ്കല്പിച്ചു. ആ ശബ്ദം തൽക്കാലം അടങ്ങി നിന്നു. പിന്നീട് ആ നളഗോപുര മണിഗ്രീവന്മാർ സ്തുതിച്ച് ഭഗവാനെ പ്രദക്ഷിണ നമസ്കാരം ചെയ്ത് അനുവാദം കിട്ടി പോയപ്പോൾ ശബ്ദം പുറത്തേക്ക് വിട്ടു ഭഗവാൻ. ആ ശബ്ദം കേട്ടിട്ടാണ് ഈ ആളുകളെല്ലാം ഓടിക്കൂടിയത് എന്നർത്ഥം. ഭൂമ്യാം നിപതിതൗ തത്ര ദദൃശുർയമളാർജുനൗ ബഭ്രമുസ്തദ വിജ്ഞായ ലക്ഷ്യം പതനകാരണം ഉലൂഖലം വികർഷന്തം ദാംനാ ബദ്ധം ച ബാലകം കസ്യേദം കുത ആശ്ചര്യം ഉൽപാദ ഇതി കാതരാഃ. ഭൂമ്യാം നിപതിതൗ തത്ര ദദൃശുർയമളാർജുനൗ ബഭ്രമുസ്തദ വിജ്ഞായ ലക്ഷ്യം പതനകാരണം ഉലൂഖലം വികർഷന്തം ദാംനാ ബദ്ധം ച ബാലകം കസ്യേദം കുത ആശ്ചര്യം ഉൽപാദ ഇതി കാതരാഃ. അപ്പോ അവർ കാണുന്നത് ഭൂമ്യാം നിപതിതൗ തത്ര ദദൃശുഹു യമളാർജുനൗ. ഭൂമ്യാം നിപതിതൗ, ഭൂമിയിൽ നിപതിച്ചു കിടക്കുന്ന രണ്ട്, നിപതിതൗ, നിപതിതം അല്ല, ഏകമല്ല, നിപതിതൗ ദ്വൗ. എന്താ? യമളാർജുനൗ, ആ രണ്ട് അർജുന വൃക്ഷങ്ങൾ, ആ മരുതു വൃക്ഷങ്ങൾ രണ്ടും വീണ് കിടക്കുന്നത് തത്ര ദദൃശുഹു, അവർ അവിടെ കണ്ടു. വന്നുകൂടി എല്ലാവരും കണ്ടു. ദദൃശുഹു മാത്രമല്ല, ഉലൂഖലം വികർഷന്തം ദാംനാ ബദ്ധം ബാലകം, ഉലൂകലത്തെ വലിച്ചുകൊണ്ട് നടക്കുന്ന, ഉരലിനെ തന്റെ അരയിൽ കെട്ടിയിട്ടുണ്ട്, അതിനെ വലിച്ചുകൊണ്ട് നടക്കുന്ന വികർഷന്തമായിരിക്കുന്ന ആ ദാംനാബദ്ധം ബാലകം, കയറിനാൽ ബന്ധിക്കപ്പെട്ടവനായ ബാലനെയും കണ്ടു. ഉണ്ണിക്കണ്ണൻ തന്റെ അരയിൽ കയറ് കെട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് ഉരല് പുറകിലുണ്ട്. മുട്ടുകുത്തി നടക്കുന്നുവോ പാദചാരേണ സഞ്ചരിക്കുന്നുവോ ഇവിടെ വർണ്ണിച്ചിട്ടില്ല. എങ്ങനെയോ ഭഗവാൻ വലിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, പുറകില് ഉരലും സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ ഉരലും വലിച്ചുകൊണ്ട് ബന്ധനസ്ഥനായിരിക്കുന്ന കണ്ണനെ കണ്ടു. എന്താ ഭഗവാന്റെ അഭിനയം അല്ലേ! ലോകത്തിലുള്ള എല്ലാവരെയും മോചിപ്പിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ സ്വയം അമ്മയുടെ ആ സ്നേഹപാശത്തിന്റെ മുമ്പിൽ ബന്ധനസ്ഥനായിരിക്കുന്നു. അപ്പോ ഇത് കണ്ടിട്ട് ചിന്തിക്കുന്നവർക്ക് ഇത് മതി.
ഈ വൃക്ഷങ്ങൾ വീഴാൻ കാരണം ആരാണെന്ന് നല്ലോണം ഇതുവരേക്കുള്ള കാര്യകാരണങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ, അവരുടെ ജീവിത അനുഭവങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് മതി. പക്ഷെ ഒരുപാട് യുക്തി, ഓരോ കാര്യത്തിനും യുക്തി പെറുക്കി പെറുക്കി നോക്കുന്നവർക്ക് ഒരിക്കലും എന്താ പറയുക, ഈശ്വര അനുഗ്രഹം, ഈശ്വരന്റെ മാഹാത്മ്യം അറിയാൻ കഴിയില്ല. അവരെല്ലാം യുക്തി കൊണ്ട് വിലയിരുത്തുന്നവരാണ്. യുക്തി കൊണ്ട് വിലയിരുത്തുന്നവരെ ഏറ്റവും പൊട്ടന്മാരാണെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അവർ വലിയ കേമന്മാരാണെന്നാണ് ഭാവം. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ യുക്തി കൊണ്ട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഒരു യുക്തിയും അവിടേക്ക് പ്രയോഗമില്ല. എല്ലാറ്റിനും കാര്യകാരണ ബന്ധം അന്വേഷിക്കുകയാണ്. അതാണ് യുക്തി. ഇതാപ്പ ഇത്രയും വലിയ 2 മരങ്ങൾ വീണു, ഇത്രയും വലിയ 2 മരങ്ങൾ വീഴ്ത്തണമെങ്കിൽ അതിനേക്കാൾ ശക്തരായിട്ടുള്ള ഗംഭീരന്മാരായിട്ടുള്ള ഏതെങ്കിലും രാക്ഷസന്മാരോ വലിയ മതയാനകളോ ഒക്കെ ഇവിടെ വന്നിരിക്കണം. അവർ വേണം മറിച്ചിടാൻ. അല്ലാതെ ഈ ചെറിയ ഉണ്ണി, ഈ പാവം ഉണ്ണി, സ്വന്തം അരയിലെ കയറഴിക്കാൻ നിവൃത്തിയില്ലാതെ നടക്കുന്ന, ഒരെല്ലും വലിച്ച് നടക്കുന്ന ഈ കുട്ടിക്കുണ്ടോ അതൊക്കെ സാധിക്കുന്നു എന്ന് ഇവരിതിൻ്റെ യുക്തിയെ ചിന്തിക്കുമ്പോൾ അവർക്കത് കാണുകയില്ല. അതുകൊണ്ട് എന്താ അവിടെ ഉണ്ടായത്? അവർക്ക് ലക്ഷ്യം തത് പതന കാരണം അവിജ്ഞായ. ഇത് തന്നെയാണ് ലക്ഷ്യം, അത് പതന കാരണമാണ്. ഈ മരങ്ങൾ പതിച്ചതിന്റെ കാരണം തങ്ങളുടെ മുമ്പില് ലക്ഷ്യം പ്രത്യക്ഷമായിരുന്നിട്ടും തദവിജ്ഞായ, ഭഗവാന്റെ വൈഭവം അറിയാതെ, പരം ഭാവമജാനന്ദ, ഭഗവാന്റെ ആ പരമമായ വൈഭവത്തെ, ഭൂതമഹേശ്വര ഭാവത്തെ അറിയാത്തവരായിട്ടുള്ള തൽക്കാലം മൂഢന്മാരായിട്ടുള്ള അവര് അവിജ്ഞായ ഇതം കസ്യ കുതഃ ആശ്ചര്യം, ഇതം കസ്യ, ഇത് ആരുടെ പണിയാണിത്? കുതഃ, എവിടെ നിന്ന്, എന്ത് കാരണം കൊണ്ട്, എന്ത് കാരണം കൊണ്ടാണ് ഈ വൃക്ഷങ്ങൾ മറിഞ്ഞു വീണത്? ആരുടെ പണിയാണിത്? ആശ്ചര്യം, ഇത് ദഹിക്കുന്നില്ലല്ലോ, ഇത് അത്ഭുതമായിരിക്കുന്നു, ഒന്നും തമ്മിൽ ചേരുന്നില്ല, ഒന്നും കാണുന്നില്ല പ്രത്യക്ഷമായിട്ട്, കാരണമൊന്നും കാണുന്ന, ഒരു വലിയ കാറ്റടിച്ചിട്ടില്ല, ഒരു ആന ഈ വഴിക്ക് വന്നതായിട്ട് അറിവില്ല, അല്ലെങ്കിൽ രാക്ഷസന്മാരെ കാണുന്നില്ല, ഒരാളെയും കാണുന്നില്ല, ഒരു ലക്ഷണവും കാണുന്നില്ല. അപ്പൊ അവരന്വേഷിക്കുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് അവർക്ക് ആശ്ചര്യം. ഉൽപാദഃ ഇതി ഘാതരാഹ ബഭ്രമുഹു. ഉൽപാദഃ, ഇതെന്തോ ഒരു അപശകുനമാണ്, എന്തോ ഒരു ഉൽപാദമാണ്, എന്തോ ഒരു ആപത്താണ് എന്ന് ഇതി ഘാതരാഹ, അതി കാതരരായി, ഭയചകിതരായിട്ട് ബഭ്രമു, ഭ്രമിച്ചു. ബുദ്ധി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ. ചിന്തിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥയിൽ അവരിങ്ങനെ ഭ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. എല്ലാവർക്കും ആ ഒരു ഭ്രമം ഉണ്ടായി. അപ്പൊ ആരാണ് ഇതിന് കാരണക്കാരൻ എന്നവര് കാരണം അന്വേഷിക്കുകയാണ്. എല്ലാറ്റിനും കാരണക്കാരനായിട്ട് ഒരാൾ അവിടെ അടുത്ത് തന്നെ ഉണ്ട്, അത് കാണുന്നില്ല ഈ മോഹം ബാധിച്ചവർ. അപ്പൊ എന്തോ ഒരു ദുർലക്ഷണമാണ്, ഉൽപാദമാണ്, അതുകൊണ്ട് നമുക്കിവിടെ നിൽക്കരുത് എന്നുള്ള ആ ചിന്ത അവരുടെ ഉള്ളിൽ ജനിപ്പിക്കുകയാണ്. ഇനിമേലിൽ ഈ ഗോകുലത്തിൽ, ഈ ബൃഹദ്വനത്തിൽ നമ്മൾ താമസിച്ചുകൂടാ, ഇവിടെ ആപത്തുകൾ മേൽക്കുമേൽ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു സൂചനയാണിത്. എന്തോ ഭാഗ്യം നമ്മുടെ ഉണ്ണിക്കൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ അവർ തമ്മിൽ ചിന്തിക്കുകയാണ്, പറയുകയാണ്. അപ്പോ ഇവര് അന്വേഷിക്കുന്നുണ്ട്, എന്ത് കാരണം, നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ, എന്തെങ്കിലും കണ്ടുവോ എന്ന് ചുറ്റുപാടുള്ളവരോടൊക്കെ പരസ്പരം ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ നിന്നിരുന്ന കുറച്ച് കുട്ടികളുണ്ട്, കൃഷ്ണന്റെ കൂടെ കളിച്ചിരുന്നവർ. ഇനി കൃഷ്ണൻ ഉരലിനെ പിന്നാലെ ഉരുട്ടിക്കൊണ്ട് ആന കളിച്ചുവോ എന്നുള്ളത് ഇവിടെ പറഞ്ഞില്ലെങ്കിലും നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഭഗവാൻ കൂട്ടുകാരെയും കൂട്ടിയിട്ട് ആന കളിച്ചു കാണും. കൂട്ടുകാരോട് പറഞ്ഞു കാണുന്നത് ആന വരണ്ടു ഓടിക്കോളൂ എന്ന് എല്ലാവരോടും കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് ഭഗവാൻ ആ മരങ്ങളുടെ ഇടയിൽ കൂടെ ഒന്ന് തിക്കിയിട്ടുണ്ടാവും. ആ മരങ്ങൾ മറിഞ്ഞു വീണു. കുട്ടികൾ നേരിൽ കണ്ടതാണ്. അവർ പറയുകയാണ്, ബാലാ ഊചുരനേനേതി തിര്യഗതമുലൂഖലം വികർഷത മധ്യകേന പുരുഷൗ അഭി അചക്ഷ്മഹി. ബാലാ ഊചുരനേനേതി തിര്യഗതമുലൂഖലം വികർഷത മധ്യകേന പുരുഷൗ അപി അചക്ഷ്മഹി. അവരുണ്ടായ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. ബാലാ ഊചുഹു, ആ കുട്ടികൾ, അവിടെ ഉണ്ടായിരുന്ന കുട്ടികള് ഊചുഹു പറഞ്ഞു. അനേന
ഇവനാലാണ് എന്ന് എന്താ ചെയ്തത് അവൻ? തിര്യഗതം ഉലൂകലം വികർഷത മദ്യകേന അനേന. തിര്യഗതം ഉലൂകലം വികർഷത. തിര്യഗതം തിരശ്ചീനമായി വിലങ്ങനെ ചെന്നതായിട്ടുള്ള ഉലൂകലത്തെ, ഉരലിനെ വികർഷത വികർഷിക്കുന്ന വലിച്ചിഴയ്ക്കുന്നവനായിട്ടുള്ള മദ്യകേന. മദ്യകൻ എന്നാൽ രണ്ട് വൃക്ഷങ്ങളുടെയും നടുവിലൂടെ ഗമിച്ചവൻ, മധ്യത്തിലൂടെ ഗമിച്ചവൻ. ആ വൃക്ഷങ്ങളുടെ രണ്ടിന്റെയും നടുവിലൂടെ മധ്യത്തിലൂടെ ഗമിച്ചവനായിട്ടുള്ള അനേനകൃതം, ഇവനാലാണ് എന്ന് ഇതി. ഈ കുട്ടികൾ ബാല ഊജുഹു. പക്ഷേ പുരുഷവു അവർ വീണ്ടും പറയുന്നുണ്ട്, പുരുഷവു അപ്പി അചക്ഷ്മഹി, ഞങ്ങൾ കണ്ടു. അചക്ഷ്മഹി വയം അചക്ഷ്മഹി, ഞങ്ങൾ കണ്ടതാണ്. എന്ത്? പുരുഷവു, രണ്ട് പുരുഷന്മാർ അതിൽ നിന്ന് പൊങ്ങി വന്നു. അതിതേജസ്വികളായിട്ടുള്ള രണ്ട് ദേവന്മാരെ പോലെയുള്ള പുരുഷന്മാർ അതിൽ നിന്ന് പൊങ്ങി വരികയും ചെയ്തു. അവർ മറ്റു കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഇവിടെ ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. അവര് ഈ ഉണ്ണിക്കണ്ണനെ നമസ്കരിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു എന്നും കൂടിയൊക്കെ സൂചിപ്പിച്ചോ എന്നറിയില്ല. എന്തായാലും ഞങ്ങൾ രണ്ട് പുരുഷന്മാരെയും കണ്ടു. അപ്പൊ ഇവൻ തന്നെയാണ് ഇത് ചെയ്തത്. ഈ കൃഷ്ണൻ തന്നെയാണ് ഇതിന്റെ ഇടയിൽ കൂടെ ചെന്ന് ഉരലിനെ പിടിച്ചു വലിച്ചതാണ്. ആ ഉരല് കൊണ്ടാണ് ഈ വൃക്ഷങ്ങൾ വീണത് എന്ന് ഈ കണ്ട കുട്ടികളെല്ലാം വിളിച്ചു പറഞ്ഞു. പക്ഷേ ഈ കുട്ടികളായതുകൊണ്ട് ഇവർ പറഞ്ഞ വാക്ക് ഇവർക്ക് വിശ്വാസം വന്നില്ല. കുട്ടികൾ എന്തോ കണ്ട് പേടിച്ചിരിക്കുകയാണ് എന്ന് വിചാരിച്ചു. കാരണം അവരുടെ മനസ്സിൽ ഈ ബാലനായിട്ടുള്ള ഈ കണ്ണൻ ഉണ്ടോ ഇത്രയും വലിയ വൃക്ഷങ്ങളെ തള്ളിയിടാനുള്ള ശക്തിയുള്ളത്? അതുകൊണ്ട് അവർക്കത് ദഹിച്ചിട്ടില്ല, അവരത് വിശ്വസിച്ചില്ല എന്നർത്ഥം. നതേതദുക്തം ജഗൃഹു ന ഘടേത ഇതി തസ്യ തൽ ബാലസ്യോൽപാടനം ദർവോ കേചിത് സന്ദിഗ്ധചേതസഃ. നതേതദുക്തം ജഗൃഹു ന ഘടേതേതി തസ്യ തത് ബാലസ്യോൽപാടനം തർവോ കേചിത് സന്ദിഗ്ധചേതസഃ. അപ്പൊ തസ്യ ബാലസ്യ തർവോഹോ ഉത്പാടനം തത് ന ഘടേത ഇതി. തസ്യ ബാലസ്യ, ഈ കൊച്ചുകുട്ടിയായിട്ടുള്ള കൃഷ്ണന് തർവോഹോ ഉൽപാടനം, ആ രണ്ട് തരുക്കളുടെ, തർവോഹോ എന്നുള്ള തരുക്കൾ രണ്ടിന്റെയും, രണ്ട് വൃക്ഷങ്ങളുടെയും ഉൽപാടനം. ഉൽപാടനം എന്ന് പറഞ്ഞാൽ വേരോടെ പുഴക്കല്, വേരോടെ പുഴക്കി വീഴ്ത്തല്. ന ഘടേത തദ് ന ഘടേത, അത് യോജിക്കുന്നില്ല, വിശ്വസിക്കാനാവുന്നില്ല എന്ന് ഇതി എന്ന് പറഞ്ഞ് തേ തദുക്തം ന ജഗൃഹു. തേ ആ ഗോപന്മാരൊക്കെ തദുക്തം ആ ബാലൈഹി യുക്തം കുട്ടികളാൽ പറയപ്പെട്ടതിനെ ന ജഗൃഹു ഗ്രഹിച്ചില്ല, സ്വീകരിച്ചില്ല. അത് അവർ ചെവിക്കൊണ്ടേയില്ല. പിള്ളേർ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാ പറയണം, നിങ്ങൾ മിണ്ടാതിരിക്കുമെന്ന് കുട്ടികളോട് വായടപ്പിച്ചിട്ടുണ്ടാവും. ന ജഗൃഹു. അപ്പൊ കുട്ടികൾ പറയുന്നൊന്നും സാധാരണ വലിയവര് ശ്രദ്ധിക്കാറില്ലായിരുന്നു പണ്ടൊക്കെ. ഇന്നിപ്പോ കുട്ടികളാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് വീടുകളിൽ. തല തിരിഞ്ഞു. അപ്പോ കേജിത് സന്ദിഗ്ധചേതസഃ, അതിന്റെ ഇടയിൽ ചിലര് കേജിത് സന്ദിഗ്ധചേതസഃ, അവരുടെ ഉള്ളിൽ സന്ദേഹമുള്ള ചേതസ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ സംശയമുണ്ടായി. ചിലർ ചിന്തിക്കുന്നവർക്ക് സംശയമുണ്ടാകും. ചിന്തിക്കുന്നവരുണ്ട്, അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്താണ്? മുമ്പ് പൂതനയുടെ ആപത്ത്, ശകടാസുരൻ ആ ശകടം വഞ്ചിച്ചത്, അല്ലെങ്കിൽ തൃണാവർത്തൻ കൊണ്ടുപോയി ആകാശത്തുനിന്ന് വീണിട്ടും കുട്ടിക്കൊന്നും പറ്റാതിരുന്നത്, യശോദ പെടാപാടുപെട്ടത് കയറ് തികയാതെ വായില് എന്തൊക്കെയോ കണ്ട് യശോദ പരിഭ്രമിച്ച കഥയൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ യശോദയ്ക്കും ഇതുപോലൊരു അവിശ്വാസം വന്നു കാണും, അല്ലെങ്കിൽ ഒരു സംശയം വന്നു കാണും. ചിന്തിക്കുന്നവർക്കൊക്കെ സംശയം വന്നു കാണും. ചിലപ്പോൾ യശോദയ്ക്ക് അപ്പോഴത്തെ മാതൃവാത്സല്യം കൊണ്ട് ഭയചകിതയായിരിക്കും. അയ്യോ, താൻ കുറ്റവാളിയാണല്ലോ, താനാണല്ലോ ഉണ്ണിയെ കെട്ടിയിട്ടത്, എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആ കുട്ടിയുടെ കൊലപാതക കുറ്റം തന്റെ തലയിൽ വന്ന് വീഴുമായിരുന്നു. താൻ കെട്ടിയിട്ടത് കൊണ്ടല്ലേ ആ കുട്ടിക്ക് ആപത്ത് വന്നത് എന്ന് ചിന്തിച്ച് ആ ഒരു കുറ്റബോധം കൊണ്ട് ചിലപ്പോൾ യശോദയ്ക്കും ചിന്തിക്കാൻ കഴിവുണ്ടായിട്ടുണ്ടാവില്ല. എന്നാൽ വേറെ ചിലരൊക്കെ, വിവേകമുള്ളവരൊക്കെ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ തോന്നിയവർക്ക്, എന്തോ സംതിങ് ഫിഷി എന്ന് പറയില്ലേ, എന്തോ മണക്കുണ്ട് ഇവിടെ അല്ലേ, എന്തോ ഒരു സംഭവം ഉണ്ട്, ഈ കൃഷ്ണനെ എന്തോ കഴിവുകളുണ്ട് തോന്നുന്നു
ആള് സാധാരണക്കാരനല്ല എന്നിങ്ങനെ ശങ്കകൾ പലരിലും ഉണർത്തിവിട്ടു ഈ ലീല. ഇനിയും ഓരോരോ ലീലകൾ ആ ശങ്കകളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഗോവർദ്ധനോദ്ധാരണം കഴിയുമ്പോഴാണ് എല്ലാ ശങ്കകളും കൂടി അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് നന്ദഗോപരോട് ചോദ്യം ചെയ്യുന്നത്. ഇവൻ ആരാ എന്ന് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ അതുവരയ്ക്ക് അവര് ഉള്ളില് ഇതെല്ലാം കൂട്ടി വെക്കുകയാണ്. നതേ തദുക്തം ജഗൃഹു നഗടേത ഇതി തസ്യ തൽബാലസ്യോൽപാടനം തർവോഹോ കേചിത് സന്ദിഗ്ധചേതസഃ. അപ്പോ ഒരുപാട് യുക്തിവാദികളായിട്ടുള്ളവർക്ക് അതൊന്നും തോന്നില്ല, ഈശ്വരന്റെ മാഹാത്മ്യമൊന്നും അറിയില്ല. എന്നാൽ പല അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചിട്ടുള്ളവര് ചിന്തിക്കും, അവർക്ക് ശങ്കകൾ തുടങ്ങി എന്നർത്ഥം. ഉലൂഖലം വികർഷന്തം ദാംനാബദ്ധം സ്വമാത്മജം വിലോക്യ നന്ദ പ്രഹസദ്വദനോ വിമുമോജഃ. ഉലൂഖലം വികർഷന്തം ദാംനാബദ്ധം സ്വമാത്മജം വിലോക്യ നന്ദ പ്രഹസദ്വദനോ വിമുമോജഃ. അപ്പോഴും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ ഒരാള് കൊച്ചുകുട്ടിയുടെ ഭാവത്തിൽ നിഷ്കളങ്കനായിട്ട് ഉരലും വലിച്ചുകൊണ്ട് നടക്കണം. അതാണ് ദാംനാബദ്ധം ഉലൂഖലം വികർഷന്തം സ്വം ആത്മജം വിലോക്യ. ദാംനാബദ്ധം കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നവനും ഉലൂഖലം വികർഷന്തം ഉരലിനെ വലിച്ചുകൊണ്ട് നടക്കുന്നവനുമായിരിക്കുന്ന സ്വം ആത്മജം തന്റെ പുത്രനെ വിലോക്യ കണ്ടിട്ട് നോക്കിയിട്ട് നന്ദഃ പ്രഹസദ്വദനഃ വിമുമോചഃ. നന്ദൻ ചിരിക്കുന്ന വദനത്തോടുകൂടി ആ ഉണ്ണിയെ കയറ് അഴിച്ച് മോചിപ്പിച്ചു എന്ന് പറയണ. ആശ്ചര്യം! ലോകത്തെ മുഴുവൻ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന ഭഗവാനെ ഇവിടെ നന്ദൻ എന്ന അച്ഛൻ മോചിപ്പിക്കാനായിട്ട് ഭഗവാൻ കാത്തിരിക്കുക. അച്ഛന് അതിന്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കുകയാണ്. ഹായ്, മുകുന്ദനെ മോചിപ്പിച്ചവൻ എന്നുള്ള ഭാഗ്യം കൊടുക്കുകയാണ്. അപ്പോ അല്ലെ, അമ്മ കെട്ടിയിട്ടു, അച്ഛന് അത് മോചിപ്പിക്കാനുള്ളതായിട്ടുള്ളൊരു അവസരം. അതാണ് ഭഗവാന്റെ ആ നാടകത്തിന്റെ ഒരു ഇതാണ് ഹാ എന്നുള്ള ശബ്ദം കൊണ്ടിവിടെ സൂചിപ്പിക്കുന്നത്. നമ്മളെ കുന്തിദേവി വിസ്മയിച്ചില്ലേ, അങ്ങ് ആ അമ്മ കയറുകൊണ്ട് ബന്ധിക്കാൻ വന്ന സമയത്ത് കാണിച്ചൊരു ദശയുണ്ടല്ലോ, ഒരു അവസ്ഥയുണ്ടല്ലോ, അതിപ്പോഴും സാമാം വിമോഹയതി ഭീരവിയത് വിവേദി. യമൻ പോലും ഏതൊരു ഭഗവാനെ ഭയപ്പെട്ട് ഓടി നടക്കുന്നുവോ ആ ഭഗവാൻ ഇവിടെ ഭയം അഭിനയിച്ചു നിന്നില്ലേ. അതുപോലെ ഇവിടെ ഈ നാടകമൊക്കെ കളിക്കുന്ന ഭഗവാന്റെ നാടകത്തെക്കുറിച്ച് ഹാ എന്നൊരു ശബ്ദം കൊണ്ട് ഭഗവാനെ സമ്മതിക്കണം. എന്തൊരഭിനയം! നടന ശിരോമണി തന്നെ. അപ്പൊ എങ്ങനെയാ അഴിച്ചുവിട്ടത്? നന്ദഃ വിമുമോച പ്രഹസത് വദനഃ, പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയിട്ട്. പല അർത്ഥങ്ങൾ ഉണ്ടാവാം അതിന്. ഒന്ന്, കൃഷ്ണനോട് തന്നെ ചോദിക്കുന്നത് പോലെ, ഇപ്പൊ മതിയായില്ലേ, നിനക്ക് എന്നേക്കാളും ഇഷ്ടം അമ്മയോടല്ലേ, എപ്പോഴും ഞാൻ വിളിച്ചാ വരില്ലല്ലോ, അമ്മയുടെ അടുത്തേക്കല്ലേ ഓടിപ്പോള്ളൂ. ആ അമ്മ തന്നെ നിനക്കിട്ട് തന്നില്ലേ, കെട്ടിയിട്ടില്ലേ, നിന്നെ ഇപ്പൊ അഴിച്ചിടാൻ ഞാൻ വേണ്ടി വന്നില്ലേ എന്ന മട്ടില് ഒരു ചിരിയാവാം ഭഗവാനെ നോക്കിയിട്ട്. അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുണ്ടായ ആശ്വാസത്തിന്റെ, എൻ്റെ ഉണ്ണിക്കൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ളതായിട്ടുള്ള ആ ഒരു ചിരിയാവാം. അല്ലെങ്കിൽ ഗർഗമഹർഷി പറഞ്ഞതിൻ്റെ ഓർമ്മകൾ കൊണ്ട് ചിരിച്ചതാവാം. പല അർത്ഥത്തിൽ ചിരിക്കാം. അങ്ങനെ എന്തായാലും പ്രഹസത് വദനഃ, നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ ആ പുത്രനെ മോചിപ്പിച്ചു വിട്ടു നന്ദൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 6 ശ്ലോകങ്ങളോടുകൂടിയാണ് കഴിഞ്ഞ 2 അധ്യായങ്ങളിൽ പറഞ്ഞ ഉലൂഖല ബന്ധന ദാമോദര ലീല അവസാനിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞു. ഇനി അതിനോടനുബന്ധമായിട്ട് ഇവരുടെ ചിന്ത, ഗോപന്മാരെല്ലാം ഈ ദേശം വിട്ടു പോകണം നമുക്ക് എന്നുള്ള ചിന്ത വരുന്നത് കൊണ്ട്, ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്നത് കൊണ്ടാവാം ഈ ഒരു 6 ശ്ലോകത്തെ കൂടി ഇതിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത്. തുടർന്ന് ഗോപീഭിസ്തോപിതോ നൃത്യത ഭഗവാൻ ബാലവത് ക്വചിത് ഉദ്ഗായതി ക്വചിന്മുഗ്ധഃ തദ്വശോ ദാരുയന്ത്രവത്. ഗോപീഭിസ്തോഭിതോ നൃത്യത ഭഗവാൻ ബാലവത് ക്വചിത് ഉദ്ഗായതി ക്വചിന്മുഗ്ധഃ തദ്വശോ ദാരുയന്ത്രവത്.
തുടർന്നും ഭഗവാന്റെ ചെറിയ ലീലകളെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഉലൂകലത്തിൽ നിന്ന് നന്ദൻ മോചിപ്പിച്ചു. അതിനുശേഷം ഈ ഗോപികമാര് കൃഷ്ണന്റെ ചുറ്റും കൂടിയിട്ടാവും. കാരണം അവർക്ക് ആപത്തിൽ നിന്ന് മരണത്തെ മുന്നിൽ കണ്ട് തിരിച്ചു കിട്ടിയ ഉണ്ണിയാണ്. അപ്പൊ ആ ഉണ്ണിയുടെ കൂടെ വീണ്ടും ഗോപികമാര് സന്തോഷമായിട്ട് കളിക്കുകയാണ്. കൃഷ്ണനെ വീണ്ടും അവര് എന്താ പറയുക, അവരുടെ സ്നേഹപ്രകടനങ്ങളും ഒക്കെ ചെയ്യുന്നു. ഒപ്പം കൃഷ്ണന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള പരീക്ഷണം കൂടി ആവാം. ഈ ആപത്തൊക്കെ ഉണ്ടായിട്ടും കൃഷ്ണന് ആപത്തൊന്നും പറ്റിയില്ലല്ലോ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള പരീക്ഷണങ്ങളാവാം. എന്തായാലും ഭഗവാനെ കൊണ്ട് ഗോപികമാര് പലതും ചെയ്യിക്കുകയാണ്. എന്താണ്? ഗോപീഭിഃ സ്തോഭിതഃ ഭഗവാൻ ബാലവത് ക്വചിത് അനൃത്യത്. ഗോപീഭിഃ സ്തോഭിതഃ, അവിടെയുള്ള ഗോപസ്ത്രീകളാൽ സ്തോഭിതനായിട്ട്, സ്തോഭിക്കുക എന്ന് പറഞ്ഞാല് പ്രകോപിപ്പിക്കുക, ഉത്സാഹിപ്പിക്കുക, പ്രചോദിപ്പിക്കുക എന്നൊക്കെ അർത്ഥം, പ്രേരിപ്പിക്കുക. അപ്പൊ ഗോപികമാര് കൃഷ്ണനെ പ്രോത്സാഹിപ്പിക്കും. ഹായ്, ഈ ഗോപകുമാരന്മാർക്കൊന്നും നൃത്തം വെക്കാൻ അറിയില്ല കേട്ടോ കൃഷ്ണ. നൃത്തം വെക്കണമെങ്കിൽ നീ വേണം കളിക്കാൻ. നിന്റെ നൃത്തം ഒരു ഒന്നൊന്നര നൃത്തമാണ്. നിന്നെ പോലെ ആർക്ക് നൃത്തം ചെയ്യാൻ കഴിയും എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് കൃഷ്ണന്റെ നൃത്തത്തെ ഇവരെല്ലാം കൂടി പ്രശംസിക്കും. അതൊരു പ്രചോദനമാണ്. നിന്നെ പോലെ ആർക്ക് നൃത്തം ചെയ്യാൻ കഴിയും? ഒരു നൃത്തം വയ്ക്കുമോ, ഒന്ന് കാണിച്ചു തരുമോ എന്നിങ്ങനെ അവര് പ്രേരിപ്പിക്കും. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, ഭിന്നതരാം ഗോപാല മുകുന്ദ, ഭിന്നതരാം ഗോപാല. ഇങ്ങനെയൊക്കെ ആ ഗോപികമാര് ഭഗവാനോട് പാടും. അതാണ് ഗോപീഭി സ്തോഭിതഃ ഭഗവാൻ ബാലവത് ക്വചിത് അനൃത്യത്. ഒരു നിഷ്കളങ്ക ബാലനെ പോലെ ഇവരുടെ പ്രേരണ കൊണ്ട് പ്രേരിതനായിട്ട്, അല്ലെ, ഇവര് പ്രേരിപ്പിച്ചത് ഉത്സാഹം കൂടിയവനായിട്ട് ഒന്നും അറിയാത്ത പോലെ സ്വയം കളിക്കുകയാണ് ഭഗവാൻ. അങ്ങനെ അനൃത്യത്, നൃത്തം വെച്ചു. ക്വചിത് ദാരുയന്ത്രവത്, അല്ല, ക്വചിത് ദാരുയന്ത്രവത് തദ്വശഃ മുഗ്ധഃ ഉദ്ഗായതി. അപ്പൊ ചിലപ്പോൾ അവർ പറയും, കൃഷ്ണനെ പോലൊരു പാട്ടുപാടാൻ കേമനായിട്ടുള്ള സംഗീതജ്ഞനുണ്ടോ, ഗാനശിരോമണി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ കൃഷ്ണന്റെ പാട്ട് കേൾക്കാനായിട്ട് അവർ കൊതിയോടുകൂടെ കൃഷ്ണനോട് പാടാനായിട്ട് പറയും. അതാണ് ക്വചിത്. അപ്പോളോ അവരുടെ കയ്യിലെ ഒരു കളിപ്പാട്ടം പോലെ, അതാണ് ദാരുയന്ത്രവത്. ഭഗവാൻ ഭക്തവത്സലനാണ്, ഭക്തപരാധീനനാണ് എന്ന് സൂചിപ്പിക്കുന്നത്. ഒരു കളിപ്പാട്ടം, ഒരു ദാരുയന്ത്രം എങ്ങനെയാണ് അതിനെ എന്താ പറയുക കൈകാര്യം ചെയ്യുന്നവരുടെ കയ്യില് അവർക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത്, അതുപോലെ ഭഗവാൻ ഒരു സ്വാതന്ത്ര്യം ഒട്ടുമില്ലാത്തവനെ പോലെ തന്നെ കളിപ്പിക്കുന്ന ഈ ഭക്തകളായ ഗോപികമാരുടെ കയ്യില് വെറും കളിപ്പാട്ടമായിട്ട്, അവരുടെ കയ്യിൽ ഉപകരണമായിട്ട് ഭഗവാൻ അവരെ സന്തോഷിപ്പിക്കുകയാണ്. അതാണ് ക്വചിത് ദാരുയന്ത്രവത്, ചിലപ്പോൾ ഒരു യന്ത്രപ്പാവയെ പോലെ, തദ്വശഃ അവരുടെ വശംവദനായിട്ട്, അവർക്ക് അധീനനായിട്ട്, മുഗ്ധഃ മുഗ്ധനായിട്ട്, ഒരു മോഹിച്ചവനെ പോലെ എന്നർത്ഥം. അജ്ഞനെ പോലെ, മോഹിച്ചവനെ പോലെ എന്ന് വെച്ചാൽ ഇവരുടെ ഉദ്ദേശമൊന്നും മനസ്സിലാകാതെ ഇവർ തന്നെ ശരിക്കും പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെയുള്ള വിചാരത്തോടുകൂടെ താൻ തന്നെയാണ് പാട്ടുപാടുന്നവരിൽ വെച്ച് ഏറ്റവും കേമൻ എന്നുള്ള അഭിമാനം ഭാവിച്ചുകൊണ്ട് കൊച്ചുകുട്ടികൾ എങ്ങനെയാണോ ചെയ്യുക, അങ്ങനെയുള്ള അജ്ഞന്മാരായ ബാലന്മാരെ പോലെ ഉദ്ഗായതി, ഉച്ചത്തിൽ ഗാനം ചെയ്യുന്നു, അടിച്ച് പൊളിച്ച് അവരെ സന്തോഷിപ്പിക്കുന്നു എന്നർത്ഥം. ഏത് പാട്ടാ വേണ്ടത് നിങ്ങൾക്ക് എന്ന് ചോദിച്ച് അവർ പറയുന്ന പാട്ടൊക്കെ ഉച്ചത്തിൽ പാടിക്കൊടുക്കും എന്നർത്ഥം. ഉദ്ഗായതി. അപ്പോ എന്താ പറയുക, തന്റെ ഭക്തവാത്സല്യം, ഭക്തപരാധീനത, ഇതൊക്കെയാണ് ഇവിടെ തദ്വശഃ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഭഗവാൻ അവരുടെ വശംവദനായി, അവരുടെ ചൊൽപ്പടിക്ക് ആടുന്ന ഒരു പാവയായി കളിക്കുന്നു. അതിന്റെ തുടർച്ചയായി പറയണു, ബിഭർത്തി ക്വചിദാജ്ഞപ്തഃ പീഡകോന്മാനപാതുകം ബാഹുക്ഷേപം ച കുരുതേ സ്വാനാം ച പ്രീതിമാവഹൻ. ബിഭർത്തി ക്വചിദാജ്ഞപ്തഃ പീഡകോന്മാനപാതുകം ബാഹുക്ഷേപം ച കുരുതേ സ്വാനാം ച പ്രീതിമാവഹൻ.
ഇനി ക്വചിത് ആജ്ഞപ്ത, ചിലപ്പോൾ അവര് കൃഷ്ണനോട് ആജ്ഞാപിക്കും, അല്ലെങ്കിൽ അപേക്ഷിക്കും, എന്തെങ്കിലും രീതിയിൽ കൃഷ്ണനോട് പറയും. പീഡകോന്മാന പാതുകം ബിഭർത്തി. പീഡകം, ഉന്മാനം, പാതുകം, 3 സാധനങ്ങൾ. പീഡകം, പീഠം, സ്റ്റൂള്, ചെറിയ ചെറിയ ആസനങ്ങൾ, അതൊക്കെ പീഠങ്ങളാണ്. മുക്കാലി ഉണ്ടാവും, 4 കാലി ഉണ്ടാവും, പലതരത്തിലുള്ള പീഠങ്ങൾ ചെറുതും വലുതുമായിട്ട് അല്ലേ. ഈ അമ്മമാരൊക്കെ തൈര് കടയാനായിട്ടിരിക്കുന്നത് മുക്കാലി ചെറിയ പീഠങ്ങളിലായിരിക്കും. വലിയ ഉയരത്തിലുള്ളതായിട്ടുള്ള പീഠങ്ങൾ പുരുഷന്മാർക്ക് ഇരിക്കാനുള്ളതൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള പീഠകങ്ങൾ. അതുപോലെ ഉന്മാനം എന്ന് പറഞ്ഞാൽ മാനം ചെയ്യുന്നത്, അളക്കുന്നത്, അളവ് പാത്രങ്ങൾ, പാലൊക്കെ അളക്കാനായിട്ടുള്ള പാത്രങ്ങൾ അവിടെ ധാരാളം ഉണ്ടാവും. ചെറിയ പാത്രങ്ങളൊന്നും ആയിരിക്കില്ല, വലിയ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെപ്പോലെ നാഴിയും ഉരിയും ഒന്നും ആയിരിക്കില്ല കച്ചവടം, മൊത്തത്തിലുള്ള കച്ചവടമായിരിക്കും. അപ്പോൾ വലിയ വലിയ പാത്രങ്ങൾ, ഉന്മാനങ്ങൾ ഉണ്ടാവും. അതുപോലെ പാതുകം എന്ന് പറഞ്ഞാൽ ചെരുപ്പുകൾ, ഗോപന്മാരുടെയും ഗോപികമാരുടെയും ഒക്കെ ചെരുപ്പുകൾ ഉണ്ടാവും. അപ്പം അന്ന് കാലത്തെ ഇതൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ. നമ്മുടെ 5000 വർഷം മുമ്പ് നമ്മുടെ സംസ്കാരം ചെരുപ്പിട്ട് തന്നെ എല്ലാവരും നടന്നിരുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മൾ ദാരിദ്ര്യം കൊണ്ട് അല്ലേ, സ്വാതന്ത്ര്യം ലഭിക്കുന്നതായിട്ടുള്ള കാലത്തൊക്കെ നമ്മുടെ പൂർവികരൊക്കെ വളരെ ചെരുപ്പില്ലാതെ നടന്നൊരു സംസ്കാരമാണ്. എത്രയോ കാലം നമ്മൾ പോലും കുട്ടിക്കാലത്തൊക്കെ ചെരുപ്പ് എന്നുള്ളത് വളരെ അപൂർവമായിട്ടാണ് ഉപയോഗിക്കാറ് അല്ലേ. ഇംഗ്ലീഷ് കോൺവെന്റുകളിൽ ചേർക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഷൂവും ചെരുപ്പും ഒക്കെ ആവശ്യമുള്ളൂ. സാധാരണ ഗവൺമെന്റ് സ്കൂൾ പോണ കുട്ടികൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പറഞ്ഞു വന്നത്, ഈ കാലത്ത് 5000 വർഷം മുമ്പ് എല്ലാവരും പാതുകങ്ങൾ ഉപയോഗിച്ചിരുന്ന സംസ്കാരമാണ് നമ്മുടേത്. അതിനൊക്കെ എത്രയോ മുമ്പ്, രാമായണ കാലത്തും അതിനു മുമ്പിലും എല്ലാ കാലത്തും സംസ്കാരമുള്ളവരുടെ രാജ്യമായിരുന്നു ഈ ഭാരതം. അതിനെ എല്ലാവരും കൂടി നശിപ്പിച്ചു. ഇപ്പം അത് പതുക്കെ റിക്കവർ ചെയ്ത് വരികയാണ്, വളരെ പതുക്കെ റിക്കവർ ചെയ്യുകയാണ്. അതിനെ നശിപ്പിക്കാൻ വീണ്ടും വീണ്ടും പ്രയത്നം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പുറത്തുള്ള ശക്തികളെക്കാൾ അകത്ത് ധാരാളമുണ്ട് നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുന്നവർ. എന്തായാലും അപ്പോൾ ഇവിടെ പീഡകം, ഉന്മാനം, പാതുകം. അപ്പോൾ കൃഷ്ണനെ അവർ പ്രേരിപ്പിക്കും. ഒന്ന് എന്താ പറയുക, കളിയാക്കും പോലെ പറയും, കൃഷ്ണൻ ഇപ്പോൾ പഴയ ശക്തിയൊന്നുമില്ല കേട്ടോ, ആ പീഠം ഒന്നും പൊക്കാനുള്ള കഴിവൊന്നുമില്ല. കഴിവുണ്ടെങ്കിൽ ഒന്ന് എടുത്തിട്ട് വരൂ കൃഷ്ണ, നോക്കട്ടെ, അപ്പോൾ പീഠം പൊക്കാനുള്ള കഴിവുണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കും. അപ്പോൾ കൃഷ്ണൻ അത് എടുക്കുന്നത് പോലെ ചെന്ന് കാണിക്കും. ഞാൻ എടുത്തു എന്നൊക്കെ പറഞ്ഞ് പകുതി എടുത്ത് അപ്പം തന്നെ അയ്യോ കൈ കടയണമെന്നുള്ള മട്ടിൽ താഴെ വയ്ക്കും. അവർ പറഞ്ഞതിനെ അനുസരിക്കില്ല. എങ്കിലും കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരില്ല. അവർ ഉദ്ദേശിച്ച ദൂരത്തേക്ക് കൊണ്ടുവരില്ല. എനിക്ക് വയ്യ എന്ന് പറയും. അപ്പോൾ അതിന് പകരമായിട്ട് എന്നാൽ പിന്നെ അതിലും ചെറിയതായിട്ടുള്ള അളവ് പാത്രങ്ങൾ കൊണ്ടുവരൂ, ഉന്മാനം കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ചെന്ന് കിടക്കുന്നത് പോലെ കിടക്കും. അല്ലെങ്കിൽ പീഠത്തിൻ്റെ മുകളിൽ ചെന്ന് കിടന്ന് അത് പൊങ്ങുന്നില്ല എന്ന് പറയും. അങ്ങനെ ഭാരം വഹിക്കാൻ പറ്റാത്ത പോലെയൊക്കെ അഭിനയിക്കും. അപ്പോഴാണ് എന്നാൽ പിന്നെ ആ ചെരുപ്പെങ്കിലും എടുത്തിട്ട് വരാൻ ശക്തിയുണ്ടോ നോക്കട്ടെ എന്ന് പറയുമ്പോൾ ചെരുപ്പ് എടുക്കുന്നത് പോലെ കാണിച്ച് അതും പൊക്കാൻ വയ്യാത്ത പോലെയൊക്കെ അഭിനയിക്കും. നിങ്ങൾ എന്തെങ്കിലും തരൂ, എന്നാൽ ഞാൻ ശക്തി വെച്ചിട്ട് ചെരുപ്പും പീഠകവും ഒക്കെ എടുത്തുകൊണ്ട് വരാമെന്നുള്ള മട്ടിൽ അവരെ പറ്റിക്കും. അപ്പം അങ്ങനെ ചിലപ്പോൾ അവർക്ക് സന്തോഷം ചെയ്തുകൊണ്ട് സ്വാനാം പ്രീതിമാവഹന് കുരുതേ ചിലപ്പോൾ ചെയ്യും. ചിലപ്പോൾ ബാഹുക്ഷേപം കുരുതേ. ബാഹുക്ഷേപം എന്ന് പറഞ്ഞാൽ കൈയൊക്കെ കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പൊക്കി കാണിക്കുക. അല്ലെങ്കിൽ ശക്തി ഉണ്ടോ എന്ന് കാണിച്ചു തരട്ടെ എന്ന് അവർ പരിഹസിക്കുമ്പോൾ ശക്തി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടുത്തു കൊടുത്തില്ലെങ്കിൽ ശക്തി ഇല്ല എന്ന് പറഞ്ഞാൽ ഗുസ്തിക്കായിക്കൊണ്ട് വെല്ലുവിളിക്കും. ഇങ്ങോട്ട് വരൂ, ഞാൻ കാണിച്ചു തരാൻ എൻ്റെ ശക്തി എന്ന് പറഞ്ഞ് കൈയൊക്കെ പൊക്കി കാണിച്ച് ഗുസ്തിക്ക് തയ്യാറായിട്ട് നിൽക്കും. ഇതൊക്കെ ബാഹുക്ഷേപങ്ങളാണ്. പലതരത്തിലുള്ള കലാപ്രകടനങ്ങൾ ഭഗവാൻ ചെയ്യും, അവരെ സന്തോഷിപ്പിക്കും. പ്രീതിം സ്വാനാം സ്വകീയാനാം, സ്വന്തം ഭക്തന്മാരായിട്ടുള്ള ഗോപികമാർക്ക് പ്രീതിയെ ചെയ്തുകൊണ്ട് ഭഗവാൻ ഇങ്ങനെയൊക്കെ കളിപ്പിക്കും. ബിഭർത്തി ക്വചിതാജ്ഞപ്ത പീഡകോന്മാനപാതുകം ബാഹുക്ഷേപം ച കുരുതേ സ്വാനാം ച പ്രീതിമാവഹൻ.
ദർശയൻ തദ്വിദാം ലോകേ ആത്മനോ ഭൃത്യവശ്യതാം പ്രജസ്യോവാഹ വൈഹർഷം ഭഗവാൻ ബാലചേഷ്ടിതൈഃ. ദർശയൻ തദ്വിദാം ലോകേ ആത്മനോ ഭൃത്യവശ്യതാം പ്രജസ്യോവാഹ വൈഹർഷം ഭഗവാൻ ബാലചേഷ്ടിതൈഃ. ലോകേ തദ്വിദാം ആത്മനഃ ഭൃത്യവശ്യതാം ദർശയൻ ഭഗവാൻ ബാലചേഷ്ടിതൈഃ വ്രജസ്യ ഹർഷം ഉവാഹ. വ്രജസ്യ ഹർഷം ഉവാഹ വ്രജസ്യോവാഹ വൈ ഹർഷം. അപ്പൊ ലോകേ, ഈ ലോകത്തില് തദ്വിദാം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അറിയുന്നവർക്ക്, ഭഗവാന്റെ തത്വം അറിയുന്നവർക്ക് ആത്മനഃ ഭൃത്യവർഷ്യതാം ദർശയന്ന്, തന്റെ ഭൃത്യവാത്സല്യം, ഭക്തന്മാരോടുള്ളതായിട്ടുള്ള തന്റെ വാത്സല്യത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് കാണുന്നവർക്ക്, ഭഗവാന്റെ തത്വം അറിയുന്നവർക്കൊക്കെ അറിയാം ഇതൊക്കെ ഭഗവാൻ ഈ നാടകമൊക്കെ ചെയ്യുന്നത് ആ ഗോപികമാര് ഭഗവാന്റെ ഭൃത്യന്മാരാണ്, അവരോടുള്ള വാത്സല്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അവരാൽ പ്രകോപിതനായിട്ടോ പ്രചോദിതനായിട്ടോ പ്രേരിതനായിട്ടോ ഒന്നും അല്ല. അവരെ സന്തോഷിപ്പിക്കുക, അവരോടുള്ളതായിട്ടുള്ള വാത്സല്യം പ്രകടിപ്പിക്കുക, അത് ലോകത്തിനും കാണിച്ചു കൊടുക്കുക. ഇതാ കണ്ടോ, ഇതാണ് എൻ്റെ ഭക്തവാത്സല്യം, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ, എന്നെ സ്നേഹിക്കൂ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോകരുതേ, നിങ്ങൾക്ക് എല്ലാം നൽകാൻ കഴിവുള്ളവനായിട്ടുള്ള ഞാനിവിടെയുള്ളപ്പോൾ നിങ്ങൾ ഒന്നിനും കഴിവില്ലാത്ത ആളുകളുടെ പുറകെ പോയി നരകിക്കാതിരിക്കൂ. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകം അത് നശ്വരമാണ്, ആശ്രയിക്കാൻ യോഗ്യമായിട്ടുള്ളതല്ല, ഒരു സുഖവും തരാനുള്ള കഴിവുള്ളതല്ല. ഇവിടെ ഞാനില്ലേ, ആനന്ദ സ്വരൂപൻ, നിത്യനായിരിക്കുന്നവൻ, എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് എല്ലാവരെയും ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഈ നാടകങ്ങളൊക്കെ. അപ്പൊ തൻ്റെ ആ ഭൃത്യവാത്സല്യത്തെ പ്രകടിപ്പിച്ചുകൊണ്ട്, എല്ലാവർക്കും കാണിപ്പിച്ചുകൊണ്ട്, എല്ലാവർക്കും ഭക്തന്മാർക്ക് താൻ അധീനനാണ്, അഹം ഭക്തപരാധീനഃ എന്ന് അംബരീഷ ചരിതത്തിൽ പറഞ്ഞത് ഓർക്കുക. അപ്പോ ആത്മനഃ ഭൃത്യവശ്യതാം ദർശയന് ഭഗവാൻ, ഇവിടെ ആരാ? ഐശ്വര്യ പരിപൂർണനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ബാലചേഷ്ടിതൈഹി, ഒന്നിനും സ്വാധീനമില്ലാത്ത അവശന്മാരാണ് ബാലന്മാര്. ഭഗവാനോ സർവ ഐശ്വര്യ പരിപൂർണൻ, പൂർണ്ണ സ്വതന്ത്രൻ. പൂർണ്ണ സ്വതന്ത്രനായിട്ടുള്ള സർവശക്തനായിട്ടുള്ള ഭഗവാൻ ഒരു ശക്തിയുമില്ലാത്ത പാവം കുട്ടികളെ പോലെ, ദീനന്മാരായ കൊച്ചുകുട്ടികളെ പോലെ ചേഷ്ടകൾ ചെയ്ത് വ്രജസ്യ ഹർഷം ഉവാഹ, ഈ വ്രജവാസികൾക്ക് മുഴുവൻ ഹർഷത്തെ ആവഹിച്ചു, എല്ലാവർക്കും സന്തോഷം കൊടുത്തു എന്നർത്ഥം. ഭഗവാന്റെ ആ ലീലകൾ തൻ്റെ ഭക്തന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഭഗവാൻ അതുകൊണ്ടൊന്നും നേടാനില്ല, ഒന്നും ചെയ്യാനില്ല. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. ഭഗവാൻ പറഞ്ഞതിൻ്റെ പൊരുളൊക്കെ ഓർക്കുക. ഇനി മറ്റൊരു സന്ദർഭം പറയണം. ക്രീണീഹി ഭോ ഫലാനീതി ശ്രുത്വാ സത്വരമച്യുതഃ ഫലാർത്തി ധാന്യമാദായ യയൗ സർവബലപ്രദഃ. ക്രീണീഹി ഭോ ഫലാനീതി ശ്രുത്വാ സത്വരമച്യുതഃ ഫലാർത്തി ധാന്യമാദായ യയൗ സർവഫലപ്രദഃ. അപ്പോ സ്ഥിരമായിട്ട് അവിടെ പലതും കച്ചവടം ചെയ്യാനായിട്ട് മിക്കവാറും സ്ത്രീകളാണ് തലയിൽ സാധനങ്ങളുമായിട്ട് വരിക. പലതരത്തിലുള്ളതായിട്ടുള്ള പച്ചക്കറികള്, ധാന്യങ്ങള്, പാത്രങ്ങള്, തുണികള് എന്ന് പറഞ്ഞ പോലെ അല്ലേ, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. കുപ്പിവളകള്, പലതരത്തിലുള്ള ആഭരണങ്ങളൊക്കെ ചുമന്നുകൊണ്ട് വരുന്നതായിട്ടുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, വരമ്പുകളിലൂടെയും പാടങ്ങളിലൂടെയും ഒക്കെ തലയിൽ ചുമടുമായിട്ട് സഞ്ചരിക്കുന്നതായിട്ടുള്ള ഇതുപോലെയുള്ള കച്ചവടക്കാര്. അപ്പൊ അതിലൊരു സ്ത്രീ, ഒരു വൃദ്ധയായിട്ടുള്ളൊരു സ്ത്രീ, പഴങ്ങൾ വിൽക്കുന്നവളാണ്. അവള് തൻ്റെ വരവ് അറിയിക്കുകയാണ്. ഇന്നിപ്പോൾ പല വാഹനങ്ങളിലുമാണ് എന്നിട്ട് ഹോൺ അടിച്ചോണ്ടേയിരിക്കും, നാട്ടുകാർക്ക് പൊറുതിയില്ലാത്ത രീതിയിൽ. എല്ലാം പെട്ടി ഓട്ടോറിക്ഷകളിലും മറ്റുമൊക്കെ വന്നിട്ട് ഹോൺ അടിക്കുക, അതിൻ്റെ മുകളിൽ സ്പീക്കറിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അന്ന് ആളുകൾ തന്നെ വിളിച്ച് പറയണമായിരുന്നു. അന്ന് അവരുടെ കയ്യിൽ ഇതിനുള്ള വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ചില കച്ചവടക്കാരുടെ കയ്യിൽ മണി ഉണ്ടാവും, മണി അടിച്ചുകൊണ്ട് വരും.
അപ്പോൾ എന്താ വിളിച്ചു പറയണത്? ഭോ, ആ ശബ്ദം എല്ലാവരെയും അറിയിക്കണം. ജനങ്ങളെ, മാലോകരേ എന്ന് വിളിച്ചു പറയുമ്പോഴാണ് ഭോ. ക്രീണീഹി ഫലാനി, ക്രീണീഹി ഫലാനി. വിൽക്കാനുണ്ടേ പഴങ്ങൾ, വിൽക്കാനുണ്ടേ പഴങ്ങൾ എന്നാണ് വിളിച്ചു പറയുന്നത്. പഴങ്ങൾ വിൽക്കാനുണ്ടേ, വാങ്ങിക്കൊള്ളുവിൻ. ക്രീണീഹി എന്നുള്ളത് ത്വം ക്രീണീഹി എന്നുള്ളതാണ് അവിടെ പ്രയോഗം. നിങ്ങൾ വാങ്ങിക്കൊള്ളുവിൻ, ക്രയവിക്രയം ചെയ്യുവിൻ. ഫലാനി ക്രീണീഹി, പഴങ്ങൾ വാങ്ങിക്കൊള്ളുവിൻ. മധ്യമപുരുഷൻ ക്രിയാരൂപമാണ് ക്രീണീഹി എന്നുള്ളത്. ത്വം ക്രീണീഹി. അപ്പൊ എന്തായാലും നിങ്ങളെല്ലാം വാങ്ങിക്കൊള്ളുവിൻ എന്ന് വിളിച്ചു പറയുകയാണ്. ഇതി ശ്രുത്വ, ഈ വാക്കുകൾ കേട്ടിട്ട് ഭഗവാൻ ആരാണ്? സർവഫലപ്രദ, എല്ലാവർക്കും എല്ലാ ഫലങ്ങളെയും കൊടുക്കുന്നവനാണ്. എന്നാൽ ഇവിടെ വാങ്ങാൻ നിൽക്കുന്നു. എല്ലാവർക്കും കൊടുക്കുന്നവൻ, ഫലങ്ങളെ കൊടുക്കുന്നവൻ, ഫലം വാങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് സത്വരം എന്ത് ചെയ്യണു? അച്യുത ഫലാർത്ഥി ധാന്യമാതായ യയൗ. ഇപ്പൊ ഇവിടെ എല്ലാ പഴങ്ങളും എല്ലാവർക്കും എല്ലാ ഫലങ്ങളും കൊടുക്കുന്നവൻ ഫലത്തെ കാമിക്കുന്നവനെ പോലെ അഭിനയിക്കുന്നു. എന്നിട്ടോ അച്യുതൻ, ഭഗവാൻ ഇവിടെ ഉദ്ദേശിച്ച പേര് തന്നെ അച്യുത, ച്യുതിയില്ലാത്തവൻ ച്യുതിയുള്ളവനായിട്ട് അഭിനയിക്കുന്നു. അല്ലേ? ഭഗവാന്റെ കയ്യിൽ അടുത്ത ശ്ലോകത്തിൽ കാണും, ധാന്യങ്ങൾ കയ്യിലെടുത്തോണ്ട് പോകുമ്പോൾ എല്ലാം ച്യുതമായി പോകും. ആരാ? അച്യുതൻ. അപ്പൊ പേരുകൾ അനുസരിച്ചാ പ്രയോഗിച്ചിരുന്നു. സർവഫലപ്രദനായ ഭഗവാൻ ഫലത്തെ ആഗ്രഹിക്കുന്നു. അച്യുതനായ ഭഗവാന്റെ കയ്യിൽ നിന്ന് ധാന്യങ്ങൾ ച്യുതമാവുന്നു. അതാണ് ഇവിടെ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? യയൗ, അദ്ദേഹം ധാന്യമാതായ, ഫലാർത്ഥി, ഫലത്തെ അർത്ഥിക്കുന്നവനായി ധാന്യമാതായ, ധാന്യമെടുത്തു. സാധാരണ അമ്മ അങ്ങനെയാ പതിവ്. വീട്ടിൽ എന്ത് വാങ്ങിക്കുമ്പോഴും ധാന്യപ്പുറയിൽ നിന്ന് ഏതെങ്കിലും പാത്രത്തിൽ ധാരാളം ധാന്യം എടുത്തുകൊണ്ട് വന്ന് പകരമായിട്ട് പ്രതിഫലം കൊടുത്ത് അതിന് തുല്യമായിട്ടുള്ള രീതിയിൽ ഇങ്ങോട്ട് സാധനങ്ങൾ ക്രയവിക്രയം ചെയ്യും. നമ്മളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, അല്ലേ? പലതും അങ്ങോട്ട് കൊടുക്കുക. അവർക്ക് അരി കൊടുത്താലോ നെല്ല് കൊടുത്താലോ ഒക്കെ മതി. കൃഷിയുള്ളവർക്കൊക്കെ അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ധാന്യം ഭഗവാൻ എടുക്കുന്നത് പാത്രത്തിലല്ല, തൻ്റെ കൈക്കുമ്പിളിൽ, കൊച്ചു കൈകളിൽ. എന്നിട്ട് അതിലൊക്കെ വിരലിന്റെ ഇടയിലൊക്കെ ദ്വാരം ഉണ്ടാകുന്നു. എങ്ങനെ പിടിക്കണം എന്ന് പോലും അറിയാത്ത മൂടനായ ഒരു കുട്ടിയെ പോലെ കാണിക്കുകയാണ്. അച്യുതനാണ് ഭഗവാൻ, ഒന്നിലും ച്യുതിയില്ലാത്ത ഭഗവാൻ, നാശമില്ലാത്തവൻ, ഒന്നും തന്റെ കൈവിട്ടു പോകാത്തവൻ, എല്ലാം കൈവിട്ടു പോകുന്നവനെ പോലെ കാണിക്കുന്നു. ഇതാണ് എന്ത് ചെയ്തു? ഫലവിക്രയിണീ തസ്യ ച്യുതധാന്യം കരദ്വയം ഫലൈരപൂരയത് രത്നൈഃ ഫലഭാണ്ഡം അപൂരിച്ച. ഫലവിക്രയിണീ തസ്യ ച്യുതധാന്യം കരദ്വയം ഫലൈരപൂരയത് രത്നൈഃ ഫലഭാണ്ഡം അപൂരിച്ച. ഫലവിക്രയിണി, ആ പഴങ്ങൾ വിൽക്കുന്നവൾ, കച്ചവടക്കാരി. തസ്യ, ആ കൃഷ്ണന്റെ, ച്യുതധാന്യം കരദ്വയം, ഭഗവാൻ ആ രണ്ട് കൈകളിലും ധാന്യം കൊണ്ടുവരുമ്പോൾ അത് ച്യുതം, വീണുപോയി വഴിയിൽ. അങ്ങനെയുള്ള കൈകളിൽ കാര്യമായിട്ട് ധാന്യമൊന്നും ഇല്ലാത്ത ഭഗവാന്റെ കൈകളിലേക്ക് ഫലൈഹി അപൂരയത്, ധാരാളം പഴങ്ങൾ സ്നേഹപൂർവം വെച്ചു കൊടുത്തു ആ അമ്മ. അവർക്ക് ഭഗവാന് പഴം കൊടുക്കാൻ ഒരു മടിയുമില്ല, ധാരാളം വാരി കൊടുത്തു. ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ, ഭഗവാൻ ഒന്നും തന്നിട്ടില്ലെങ്കിലും. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ ധാന്യങ്ങളെല്ലാം കൊണ്ടുവരുമ്പോൾ എല്ലാം ചോർന്നു പോയി. അവസാനം 4-5 മണികൾ കയ്യിൽ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അതിനെ കൊണ്ടുവന്നിട്ട് ഇവളുടെ ഭാണ്ഡത്തില്, ഇവളുടെ പാത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തട്ടി, പോരെ, നിറഞ്ഞില്ലേ എന്ന മട്ടില് ചോദിക്കുകയും ചെയ്തു. അവൾക്ക് അതൊക്കെ കണ്ട് ചിരി വന്നു, സന്തോഷമായി ഈ ഉണ്ണിക്കണ്ണന്റെ മനസ്സ് കണ്ടിട്ട്. അപ്പൊ അവള് സന്തോഷമായി, കിട്ടിയിട്ടോ, മതിയായിട്ടോ എന്നും പറഞ്ഞ് പകരം ധാരാളം പഴം ഭഗവാന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അതാണ് ഫലൈരപൂരയത് കരദ്വയം, ഭഗവാന്റെ 2 കൈകളിലും പഴം നിറച്ചു കൊടുത്തു. ഭഗവാനോ രത്നൈഹി ബലഭാണ്ഡം അപൂരിച്ച്. ചുരുക്കി പറഞ്ഞു കഥ. രത്നൈഹി ബലഭാണ്ഡം അപൂരി, രത്നങ്ങളെ കൊണ്ട് അവളുടെ ബലഭാണ്ഡത്തെ, ആ പാത്രത്തെ അപൂരി, അപൂരി എന്ന് പറഞ്ഞാൽ പൂർണ്ണമാക്കി, നിറച്ചു.
അപ്പോൾ അവൾ കാണെ നിറച്ചുവോ അതോ അതിനു ശേഷം അവള് സന്തോഷമായിട്ട് തലയിൽ എടുത്തു പോകുമ്പോൾ വഴിയിൽ വെച്ച് അവൾക്ക് ഭാരം തോന്നി ഇറക്കി നോക്കിയപ്പോഴാണ് അത് നിറച്ചും രത്നങ്ങൾ കണ്ടത്. ഉടനെ തന്നെ അവള് അതെല്ലാം തൻ്റെ തുണി കൊണ്ട് മൂടി വേഗം വീട്ടിലേക്ക് പോയി. പിന്നൊരിക്കലും അവൾക്ക് കച്ചവടത്തിന് പോകേണ്ടി വന്നിട്ടുണ്ടാവില്ല. എന്താ കാരണം വെച്ചാൽ അവസാനത്തെ കച്ചവടമാണ്. ഇവിടുന്ന് നാട് വിട്ട് പോവുകയാണ് ഇവരെല്ലാം, വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവളെ സെറ്റിലാക്കണ്ടേ, അവൾക്ക് എന്താ പറയുക, റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളും പെൻഷനും ഒക്കെ കൊടുക്കണ്ടേ. ഇത്രയും കാലം കഷ്ടപ്പെട്ടതല്ലേ അവള്, യാതൊരു ഫലേച്ഛയുമില്ലാതെ പണിയെടുത്തവളാണ്. അപ്പൊ യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ള ഭഗവാന്റെ ആ പ്രതിജ്ഞ, ഭഗവാൻ ഇങ്ങനെ ഫലകാംക്ഷയില്ലാതെ ഭഗവാന് പഴങ്ങൾ ധാരാളം കൊടുത്തവൾക്ക്, അനന്യാസ് ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ള ഭഗവാന്റെ ആ ഗീതാവാക്യങ്ങളെ സത്യമാക്കി ചെയ്ത് കാണിച്ചു തന്നു. അപ്പൊ ഇവൾ അറിയാതെ ഭഗവാന് കൊടുത്തതാണിത്. നമ്മളൊക്കെ ഇത്രയും അറിവുള്ളവരായിട്ട് ഭഗവാന് കൊടുത്തൂടെ, എല്ലാം സർവസ്വവും ഭഗവാന് സമർപ്പിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞു കൊടുക്കൂ, എല്ലാം ഭഗവാന്റേതാണ്, ഭഗവാന് കൊടുക്കാനുള്ളതാണ്, നമ്മുടേതായിട്ടൊന്നുമില്ല എന്നുള്ള ഭാവത്തില് സർവകർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിക്കൂ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഭഗവാൻ തന്നുകൊള്ളും. മറ്റത് നിങ്ങൾ വേണം നിങ്ങൾക്ക് ഉണ്ടാക്കാനെന്ന് തീരുമാനിക്കുമ്പോൾ ഭഗവാൻ തീരുമാനം, എന്നാ പിന്നെ നീ ആവും പോലെ നോക്ക്, നീ എന്നോട് കണക്ക് പറയരുത്, പിന്നെ നീ ഉണ്ടാക്കാൻ പ്രാപ്തനാണല്ലോ, നിനക്ക് വേണ്ടതൊക്കെ നീ സ്വരൂപിച്ച് കൂട്ടി രക്ഷിച്ച് കേവനാണെന്നാണ് വിചാരം, എന്നാ പിന്നെ ആവും പോലെ നോക്ക്, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അപ്പം പണി തരും. ഏതെങ്കിലും തരത്തിൽ വലിയൊരു നഷ്ടം ഉണ്ടാക്കിയാൽ മതി, അല്ലേ? ഒരു ഭൂകമ്പം, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ ഒരു വലിയ മാറാരോഗം, എന്ത് വേണമെങ്കിൽ മതി, ഉണ്ടായിരുന്നതൊക്കെ സ്വരുക്കൂട്ടിയതൊക്കെ ഒലിച്ചു പോകാൻ. അപ്പൊ ഭഗവാനിൽ പരിപൂർണ സമർപ്പണം ചെയ്തിട്ടുള്ളവർക്ക് അങ്ങനെയുള്ള ഒരു പരിഭ്രമവും ഇല്ല. യോഗക്ഷേമം വഹാമ്യഹം. അപ്പോ ഇങ്ങനെ ആ ഒരു കഥയും ചുരുക്കി പറഞ്ഞു. ഫലവിക്രയണീ തസ്യ ചുതധാന്യം കരദ്വയം ഫലൈരപൂരയരത്നൈഹി ഫലഭാണ്ഡം അപൂരിച്ച. ഇനി ഭഗവാൻ കൂട്ടുകാരുമായി ബലരാമനുമായി കളിക്കാൻ പോകുമ്പോൾ രോഹിണിയും യശോദയും തിരിച്ച് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനും വൈകുന്നേരം കുളിക്കാൻ വിളിക്കാനും ഒക്കെ ഉള്ളതായിട്ടുള്ള പരിശ്രമങ്ങളെക്കുറിച്ച് വളരെ രസകരമായിട്ട് 7 ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നു. സരിത്തീരഗതം കൃഷ്ണം ഭഗ്നാർജുനമദാഹ്വയത് രാമം ച രോഹിണീ ദേവി ക്രീഡന്തം ബാലകൈർഭൃശം നോപേയാതാം യദാഹൂതൗ ക്രീഡാസംഗേന പുത്രകൗ യശോദാം പ്രേഷയാമാസ രോഹിണീ പുത്രവത്സലാം. സരിത്തീരഗതം കൃഷ്ണം ഭഗ്നാർജുനം അദാഹ്വയത് രാമം ച രോഹിണീ ദേവി ക്രീഡന്തം ബാലകൈർഭൃശം നോപേയാതാം യദാഹൂതൗ ക്രീഡാസംഗേന പുത്രകൗ യശോദാം പ്രേഷയാമാസ രോഹിണീ പുത്രവത്സലാം. അപ്പോ സരിത്തീരഗതം കൃഷ്ണം ഭഗ്നാർജുനം അത് ആഹ്വയത്, അതാ പിന്നൊരു ദിവസം അല്ലെങ്കിൽ അനന്തരം, അന്ന് തന്നെ ആയിരിക്കാം, ആ വൃക്ഷങ്ങൾ പതിച്ച ദിവസം അനന്തരം രോഹിണീ ദേവി, ആ വസുദേവ പത്നിയായ രോഹിണീ ദേവി ബലരാമന്റെ അമ്മ, ഭഗ്നാർജുനം സരിത്തീരഗതം ബാലകൈഹി വൃശം ക്രീഡന്തം കൃഷ്ണം രാമം ച ആഹ്വയത്. സരിത്തീരഗതം അവിടെ അടുത്തുള്ളതായിട്ടുള്ള യമുനാ നദി തന്നെ ആയിരിക്കും. അതിന്റെ തീരത്തേക്ക്, യമുനാ തീരത്തേക്ക് നിൽക്കുന്നവനും തീരഗതനായിരിക്കുന്നവനും ബാലകൈഹി വൃശം ക്രീഡന്തം കുട്ടികളോടുകൂടി നല്ലോണം കളിച്ച് രമിക്കുന്നവനും ഭഗ്നാർജുനം തൊട്ടുമുമ്പ് അർജുന വൃക്ഷത്തെ ഭഞ്ജിച്ചവനുമായിട്ടുള്ള ആ കൃഷ്ണനെ നോക്കിക്കൊണ്ട് ക്രീഡന്തം കൃഷ്ണം കൃഷ്ണനെയും രാമം ച ആഹ്വയത് രാമനെയും ബലരാമനെയും കൃഷ്ണ രാമ വരൂ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ രോഹിണീ ദേവി പല പ്രാവശ്യം വിളിച്ചു ഈ കളിയിൽ മുഴുകിയിരിക്കുന്ന കുട്ടികളെ. ബാലസ്താവത് ക്രീഡാസക്ത,
ഭഗവാനും അതുപോലെ പ്രാകൃത ബാലനെ പോലെ ക്രീഡാസക്തനായിരിക്കുകയാണ്. ആ സമയത്ത് വിളിക്കുകയാണ്. പക്ഷേ നോപേയാകാം യഥാഹൂതൗ ക്രീഡാസംഗേന പുത്രകൗ. ആഹൂതൗ പുത്രകൗ, ആഹ്വാനം ചെയ്യപ്പെട്ടവരായ രണ്ട് പുത്രന്മാരും ക്രീഡാസംഗേന യഥാ ന ഉപേയാകാം, ക്രീഡാസക്തരായിട്ട് കളിയിൽ മുഴുകിയിരിക്കുന്നവരായതുകൊണ്ട് ഈ രോഹിണി പറഞ്ഞതിനൊന്നും ചെവിക്കൊള്ളുന്നില്ല അവര്. അങ്ങനെ യഥാ ന ഉപേയാകാം, എപ്പോൾ അടുത്തേക്ക് വന്നില്ലയോ, ആ വരാതിരുന്നപ്പോൾ തഥാ രോഹിണി പുത്രവത്സലാം യശോദാം പ്രേഷയാമാസ. ആ രോഹിണി ദേവി ആ യശോദാദേവിയോട് പറഞ്ഞു, പുത്രവത്സലയായിട്ടുള്ള യശോദയോട് പ്രേഷയാമാസ, പോയി കൂട്ടിയിട്ട് വരൂ എന്ന് പറഞ്ഞ് അപേക്ഷിച്ചു. കാരണം താൻ വിളിച്ചാൽ വിളി കേൾക്കില്ല. എന്നാൽ യശോദ കുറെ കൂടി കുട്ടികളെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്നവളാണ്. അപ്പൊ കുട്ടികൾക്കൊക്കെ കൂടുതൽ പ്രീതി യശോദയോടാണ്. അതുകൊണ്ട് യശോദാമ്മ വിളിച്ചാൽ മക്കൾ വരാതിരിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് രോഹിണി രണ്ട് കുട്ടികളെയും വിളിക്കാൻ അയച്ചു എന്നർത്ഥം. കൃഷ്ണൻ വന്നാൽ പുറകെ ബാലനും രാമനും വരും. അപ്പൊ യശോദയെ അതിനുവേണ്ടി അയച്ചു. ആ യശോദ എങ്ങനെയാണ് വിളിക്കുന്നത് എന്നൊക്കെയാണ് പിന്നെ വർണ്ണിക്കുന്നത്. ക്രീഡന്തം സാസുതം ബാലൈഹി അതിവേലം സഹാഗ്രജം യശോദാജോഹവീ കൃഷ്ണം പുത്രസ്നേഹസ്നുതസ്തനീ. ക്രീഡന്തം സാസുതം ബാലൈഹി അതിവേലം സഹാഗ്രജം യശോദാജോഹവീ കൃഷ്ണം പുത്രസ്നേഹസ്നുതസ്തനീ. ബാലൈഹി അതിവേലം ക്രീഡന്തം സഹാഗ്രജം കൃഷ്ണം. ബാലൈഹി കൂട്ടുകാരോടുകൂടി അതിവേലം എന്ന് പറഞ്ഞാൽ വേള കഴിഞ്ഞ്, സമയം കഴിഞ്ഞ്, അതിക്രമിച്ച്. ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. രാവിലെ ഭക്ഷണം കഴിക്കേണ്ട സമയം, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയം, വൈകുന്നേരം കുളിച്ച് റെഡിയായി സന്ധ്യാകൃത്യങ്ങൾ ചെയ്യേണ്ട സമയം. ഇതൊക്കെ ഓരോന്നിനും വേളകളുണ്ട്. ആ വേലയെ അതിക്രമിച്ചിരിക്കുന്നത് അതിവേലം. അപ്പൊ സമയം കഴിഞ്ഞും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിക്രമിച്ചുകൊണ്ട് ക്രീഡന്തം സഹാഗ്രജം, കളിച്ചുകൊണ്ട് അഗ്രജനോടുകൂടി ഏട്ടനോടുകൂടി ഇരിക്കുന്ന കൃഷ്ണനെ പുത്രസ്നേഹസ്നുതസ്തനീ, പുത്രസ്നേഹം കൊണ്ട് ഒഴുകുന്ന സ്തനത്തോടു കൂടിയവളായ സാ യശോദ അമ്മ വാത്സല്യത്തോടെ, ഒരു പശു എങ്ങനെ പശുക്കുട്ടിയെ നോക്കി കരയുമോ അതുപോലെ എന്ന് പറയാം അല്ലേ. സന്ധ്യ നേരം ആയിക്കഴിഞ്ഞാൽ, വേള കഴിഞ്ഞാൽ പശുക്കൾ അതിൻ്റെ കുട്ടികളെ കുടിപ്പിക്കാനായിട്ട് മുല ചുരന്നുകൊണ്ട്, അതിൻ്റെ പാല് ചുരന്നുകൊണ്ട് അത് കരഞ്ഞ് വിളിക്കും. കുറേ നേരം കരഞ്ഞുകൊണ്ടിരിക്കും, കറക്കാൻ ആരും ചെന്നില്ലെങ്കിൽ അല്ലേ. അപ്പോൾ വേഗം ചെന്ന് കുട്ടികളെ അഴിച്ചു വിടുകയെങ്കിലും ചെയ്യണം. നമുക്ക് കറക്കാനൊന്നും സമയമില്ലെങ്കിലും കുട്ടിയും കരയും ഒപ്പം, അമ്മയെ കാണാനും അമ്മയുടെ അടുത്ത് പാല് കുടിക്കാനുമായിട്ട്. അപ്പം അതുപോലെയുള്ള മാതൃവാത്സല്യമാണ് ഇവിടെ യശോദ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ആ പുത്രസ്നേഹ സ്നുതസ്തനി, മകനെ പാല് കുടിപ്പിക്കാനുള്ള സമയവും കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. യഥാവേള അല്ലെ, യഥാസമയം കൃത്യമായിട്ട് കൊടുക്കേണ്ട പാല് കൊടുക്കാൻ വൈകിയിരിക്കുന്നു. ഇവരാണെങ്കിൽ വിളിച്ചാലും വരുന്നില്ല, കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മയുടെ മാതൃവാത്സല്യം ചുരന്നൊഴുകിക്കൊണ്ട് സാ യശോദ അജോഹവീത് ആഹ്വാനം ചെയ്തു. വീണ്ടും വീണ്ടും ജുഹാവ എന്നുള്ളതിൻ്റെ രൂപമാണ്. ആഹ്വാനം ചെയ്തു, വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു എന്നർത്ഥം. എങ്ങനെയാ വിളിക്കുന്നത്? കൃഷ്ണ കൃഷ്ണ അരവിന്ദാക്ഷ താത ഏഹി സ്തനം പിബ അലം വിഹാരൈക്ഷുക്ഷാന്ത ക്രീഡാശ്രാന്തോസി പുത്രക. എന്തെല്ലാം ആ മാതൃഭാവത്തിൽ പറയുന്നു നോക്കൂ. കൃഷ്ണ കൃഷ്ണ അരവിന്ദാക്ഷ താത ഏഹി സ്തനം പിബ അലം വിഹാരൈക്ഷുക്ഷാന്ത ക്രീഡാശ്രാന്തോസി പുത്രക. പേര് പല പ്രാവശ്യം വിളിക്കുകയാണ്. അതിന് 2 പ്രാവശ്യമെങ്കിലും സൂചിപ്പിച്ചത്. കൃഷ്ണ 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 എന്ന് വിളിക്കുന്നുണ്ട്. കൃഷ്ണ കൃഷ്ണ അനുനയിപ്പിക്കാൻ വേണ്ടി താമര കണ്ണനല്ലേ, സുന്ദരക്കുട്ടനല്ലേ, ചന്തക്കുട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതിനാണ് അരവിന്ദാക്ഷ എന്ന് വിളിക്കുന്നത്. താമര കണ്ണ, താതാ മോനെ വത്സ എന്ന മട്ടില് വാത്സല്യം പ്രകടിപ്പിച്ചുകൊണ്ട് താതാ ഏഹി 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 എന്ന് പറഞ്ഞാൽ വരൂ വരൂ എന്നാണ്. സ്തനം പിബ, വന്ന് മുല കുടിക്കൂ, എന്റെ സ്തനത നിറഞ്ഞൊഴുകുകയാണ്, അത് കുടിക്കൂ വന്നിട്ട്. സ്തനം പിബ
അലം വിഹാരൈഹി വിഹാരൈഹി അലം, വിഹരിച്ചത് മതി, കളിച്ചത് മതി. എത്ര നേരമായി കളിക്കുന്നു. ക്ഷുക്ഷാന്ത, വിശപ്പ് കൊണ്ട് നീ ക്ഷീണിച്ചിരിക്കുന്നു, അറിയുന്നില്ലേ? നീ വിശപ്പ് കൊണ്ട് ക്ഷീണിതനാണ്, വേഗം വന്ന് പാല് കുടിക്കൂ. ക്ഷുക്ഷാന്ത ഹേ പുത്രക ക്രീഡാശ്രാന്ത സി, മോനെ നീ ക്രീഡ കൊണ്ട് വളരെ ക്ഷീണിച്ചവനായിരിക്കണു, ശ്രാന്തനായിരിക്കുന്നു. ക്രീഡ കൊണ്ട് ശ്രാന്തൻ ശ്രമം ബാധിച്ചവൻ, ക്ഷീണം ബാധിച്ചവൻ. അതുകൊണ്ട് നീ ക്ഷീണിച്ചിരിക്കുന്നു, കളിച്ചിട്ട് വേഗം വരൂ എന്ന് പറഞ്ഞ് ആ അമ്മ വളരെ സ്നേഹത്തോടെ വിളിക്കണം. കൃഷ്ണ കൃഷ്ണ അരവിന്ദാക്ഷ താതയേഹി സ്തനം പിബ അലം വിഹാരൈ ക്ഷുക്ഷാന്ത ക്രീഡാശ്രാന്തോസി പുത്രക. ഹേ രാമാഗച്ഛ താദാശു സാനുജ കുലനന്ദന പ്രാതരേവ കൃതാഹാരഃ തദ്ഭവാൻ ഭോക്തുമർഹതി. ഹേ രാമ ആഗച്ഛ താദാശു സാനുജ കുലനന്ദന പ്രാതരേവ കൃതാഹാരഃ തദ്ഭവാൻ ഭോക്തുമർഹതി. നീ കൃഷ്ണനെ വിളിച്ചുകൊണ്ട് വരാൻ ഏട്ടനായ രാമനെ ചുമതലപ്പെടുന്നു. അപ്പോൾ ഏട്ടനെങ്കിലും ഇത്തിരി ഉത്തരവാദിത്തോടുകൂടെ കൃഷ്ണനെ പിടിച്ച് വലിച്ചുകൊണ്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്, ഹേ രാമ, മോനെ രാമ, താത, വത്സ, ബാലക, ആശു ആഗച്ഛ, വേഗം വരൂ. സാനുജ കുലനന്ദന, നീ നിന്റെ കുലത്തിന് വംശത്തിന് സന്തോഷം നൽകുന്നവനല്ലേ. അനുജനെയും കൂട്ടിയിട്ട്, സാനുജ ആശു ആഗച്ഛ, അനുജനെ കൈപിടിച്ച് കൂട്ടിയിട്ട് വരൂ വേഗം. നീ വിളിച്ചാൽ വരൂ അവൻ, അതുകൊണ്ട് അവനെ കൈപിടിച്ച് കൂട്ടിയിട്ട് വരൂ. സാനുജ ആശു ആഗച്ഛ രാമ. എന്താ? പ്രാതരേവ കൃതാഹാരഃ, നിങ്ങൾ എപ്പോ ഭക്ഷണം കഴിച്ചതാന്ന് ഓർമ്മയുണ്ടോ? പ്രാതരേവ കൃതാഹാരഃ, രാവിലെ ഭക്ഷണം കഴിച്ചതാണ്. എത്ര നേരമായി നിങ്ങൾ കളിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തദ് ഭവാൻ ഭോക്തുമർഹതി, തസ്മാത് ഭവാൻ ഭോക്തുമർഹതി, നീയും ഭക്ഷണം കഴിക്കാറായി. അപ്പൊ ഏട്ടനും അനിയനും കൂടി വരൂ, രണ്ടുപേർക്കും വിശക്കുണ്ടാവും, രണ്ടുപേരും ക്ഷീണിച്ചിരിക്കണു, ഒരുപാട് നേരമായി കളിക്കണു, വരൂ എന്ന് ഏട്ടനെയും വിളിക്കുകയാണ്. ഭവാൻ ഭോക്തുമർഹതി, വേഗം വന്ന് ഭക്ഷണം കഴിക്കൂ. മാത്രമല്ല എന്തോ മറ്റൊരു കാരണം പറയുന്നു. പ്രതീക്ഷതേ ത്വാം ദശാർഹ ഭോക്ഷ്യമാണോ വ്രജാദിപഃ ഏഹി ആവയോ പ്രിയം ദേഹി സ്വഗൃഹാൻ യാത ബാലകാഃ. പ്രതീക്ഷതേ ത്വാം ദശാർഹ ഭോക്ഷ്യമാണോ വ്രജാദിപഃ ഏഹി ആവയോ പ്രിയം ദേഹി സ്വഗൃഹാൻ യാത ബാലകാഃ. എത്ര വിളിച്ചിട്ടും വരുന്നില്ല. അപ്പൊ ഒരു കാരണം പറയണം. എന്താണ്? ദാശാർഹ കുലത്തിൽ യാദവ കുലത്തിൽ ജനിച്ചവനായ ഹേ ബലരാമ എന്ന് ബലരാമനെ വിളിക്കണം. ഭോക്ഷ്യമാണ വ്രജാധിപഃ ത്വാം പ്രതീക്ഷത്തെ ഏഹി. ഭോക്ഷ്യമാണ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവനായ വ്രജാധിപൻ, ആ ഗോകുലനാഥനായിട്ടുള്ള നന്ദഗോപര് ഭക്ഷണത്തിന്റെ മുമ്പിൽ കാത്തിരിക്കുകയാണ്. നിങ്ങൾ വന്നിട്ട് വേണം ബ്രഹ്മാർപ്പണം ചെയ്യാനായിക്കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുക. അതാണ് വ്രജാധിപഃ ത്വാം പ്രതീക്ഷത്തെ, നിങ്ങളെ കാത്തിരിക്കുന്നു, നിങ്ങൾ വന്നിട്ട് വേണം കഴിക്കാനായിട്ട്. ഏഹി നിങ്ങൾ വരൂ. ആവയോഹോ പ്രിയം ദേഹി, ഞങ്ങൾ രണ്ടുപേർക്കും, ഈ അച്ഛനമ്മമാർക്ക് പ്രിയത്തെ നിങ്ങൾ നൽകിയാലും സന്തോഷത്തെ ചെയ്താലും. എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, കളിയിൽ മുഴുകിയിരിക്കണം. അപ്പൊ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, മറ്റു കുട്ടികളെയൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു വിടുക. നമ്മുടെ അമ്മമാരും ചെയ്തിരുന്നതാണ്. ഒന്നിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ മുറ്റത്തൊക്കെ ആണെങ്കിൽ മറ്റു കുട്ടികളോട് പറഞ്ഞാൽ അവർ പിന്നെ പേടിച്ച് വേഗം പൊക്കോളും. അയ്യോ അമ്മയുടെ ചീത്ത കേൾക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അവരൊക്കെ വേഗം സ്ഥലമാക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? കുട്ടികൾ കൂട്ടുകാർ പോയി കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ പറഞ്ഞത് കേൾക്കുക തന്നെ. കുട്ടികൾ കൂടെയുള്ളിടത്തോളം കാലം നമുക്ക് കളി മതിയാക്കാൻ തോന്നില്ല. അപ്പൊ അതിനുള്ള അവസാനത്തെ കൈയായിട്ട് കുട്ടികളോട് പറയുകയാണ്. എന്താ പറയണത്? സ്വഗൃഹാൻ യാത ബാലകാഹ, ഹേ ബാലകാഹ, നിങ്ങളൊക്കെ സ്വഗൃഹാൻ യാത, അവരവരുടെ വീട്ടിലേക്ക് പോകൂ. നിങ്ങളുടെ അമ്മമാരെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും, നിങ്ങളും പോയി ഭക്ഷണം കഴിക്കൂ. നിങ്ങളൊക്കെ എത്ര നേരമായി കളിക്കാൻ തുടങ്ങിയിട്ട്, ചെല്ലൂ എന്ന് മറ്റു കുട്ടികളെയും പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്, ഇവര് വരാൻ വേണ്ടിയിട്ട്. ധൂളിദൂ സരിതാംഗസ്ത്വം പുത്ര മജ്ജനമാവഹ
ജന്മക്ഷം തേദ്യ ഭവതി വിപ്രേഭ്യോ ദേഹികാ ശുചിഃ ധൂളിദൂസരിതാംഗസ്ത്വം പുത്ര മജ്ജനമാവഹ ജന്മക്ഷം തേദ്യ ഭവതി വിപ്രേഭ്യോ ദേഹികാ ശുചിഃ. പിറന്നാള് എന്ന് കേട്ട് കഴിഞ്ഞാൽ കൃഷ്ണന് വലിയ സന്തോഷമാണ്. പിറന്നാളുണ്ണുക, സദ്യ ഉണ്ണാം, നല്ല വിശേഷമാണ്. അത് കേട്ടാൽ ഓടി വരും. അപ്പൊ അതുകൊണ്ട് ഉടനെ പറയണം, ധൂളി ദൂസരിതാംഗഃ ത്വം. ധൂളി കൊണ്ട്, പൊടി കൊണ്ട്, ദൂസരിതം, ദേഹത്തിൽ മുഴുവൻ പറ്റിപ്പിടിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള അംഗത്തോട് കൂടിയവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഹേ പുത്ര, ത്വം മജ്ജനം മാവഹ, വേഗം വന്ന് കുളിയെ സ്വീകരിക്കൂ. സ്നാനം ആചരിച്ചാലും മജ്ജനമാവഹ, വേഗം വന്ന് കുളിക്കൂ. അദ്യത്തെ ജന്മക്ഷം ഭവതി, ഇന്ന് നിന്റെ ജന്മനക്ഷത്രമാകുന്നു, പിറന്നാളാകുന്നു. വേഗം വരൂ, ഇന്ന് നിന്റെ പിറന്നാളാകുന്നു. ഇങ്ങനെ അത് കഴിഞ്ഞ് പിറന്നാളിന് എന്ത് ചെയ്യണം? പിറന്നാളിന് ഏറ്റവും വിശേഷം ദാനം കൊടുക്കലാണ്. അത് കൃഷ്ണന് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് പറയണ ശുചിഹി ഗാഹ വിപ്രേഭ്യ ദേഹി. ശുചിഹി, കുളിച്ചിട്ട് വേണം. ഗാഹ, പശുക്കളെ, വിപ്രേഭ്യ ദേഹി, ബ്രാഹ്മണർക്കായിട്ട് കൊടുക്കൂ. അപ്പൊ ദാനം ചെയ്യാൻ കൃഷ്ണന് വലിയ സന്തോഷമായതുകൊണ്ട് ഓടി വരും. അപ്പൊ അവസാനത്തെ പണിയാണിത്, അല്ലേ? എന്ത് പറഞ്ഞാലും കേൾക്കുന്നില്ലെങ്കിൽ ദാനം കൊടുക്കാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിറന്നാൾ ദിവസം തനിക്ക് ധാരാളം പശുക്കളെ ദാനം കൊടുക്കണം എന്നുള്ളത് അറിവുണ്ട്. ഓടി വരും. അപ്പം അങ്ങനെ വിളിച്ച് അമ്മ മോഹിപ്പിക്കുകയാണ് ഓരോന്ന് പറഞ്ഞിട്ട്. അപ്പം പിറന്നാൾ തന്നെ ആയിരിക്കാം, ചിലപ്പോൾ നാലാം പിറന്നാൾ ദിവസമായിട്ടുണ്ടാവാം. അന്നായിരിക്കണം ഇത് നടക്കുന്നത്. ധൂളിദൂസരിതാംഗസ്ത്വം പുത്ര മജ്ജനമാവഹ ജന്മർക്ഷം തേദ്യ ഭവതി വിപ്രേഭ്യോ ദേഹികാ ശുചിഃ പശ്യ പശ്യ വയസ്യാൻസ്തേ മാതൃമൃഷ്ടാൻ സ്വലംകൃതാൻ ത്വം ച സ്നാദകൃതാഹാരോ വിഹരസ്വ സ്വലംകൃതഃ. പശ്യ പശ്യ വയസ്യാൻസ്തേ മാതൃമൃഷ്ടാൻ സ്വലംകൃതാൻ ത്വം ച സ്നാദകൃതാഹാരോ വിഹരസ്വ സ്വലംകൃതഃ. അപ്പൊ മാതൃമൃഷ്ടാൻ സ്വലംകൃതാൻ തേ വയസ്യാൻ പശ്യ പശ്യ, നോക്ക് നോക്ക് എന്ന് പറയാ. പശ്യ പശ്യ, എന്താ നിന്റെ കൂട്ടുകാർ വന്നു നിൽക്കുന്നു. അവരൊക്കെ വീട്ടിൽ പോയി കുളി കഴിഞ്ഞ് വരികയാണ്, ഭക്ഷണമൊക്കെ കഴിച്ച് വയറു നിറച്ച് വന്നിരിക്കുക. മാതൃമൃഷ്ടാൻ, അമ്മയാൽ മാർജനം ചെയ്യപ്പെട്ട്, മാതാക്കന്മാരാൽ കുളിപ്പിക്കപ്പെട്ടും സ്വലംകൃതാൻ, നല്ല വസ്ത്രാദികളൊക്കെ ധരിച്ച് അലങ്കാരങ്ങളൊക്കെ ധരിച്ച് വന്നിരിക്കുന്ന തേ വയസ്യാൻ പശ്യ പശ്യ, നിന്റെ കൂട്ടുകാരെ നോക്കൂ നോക്കൂ, അവരൊക്കെ എത്ര മിടുക്കന്മാരായിട്ട് വന്ന് നിൽക്കുന്നു. നീ ഇങ്ങനെ ചെളിയിൽ കുളിച്ചോണ്ടിരുന്നോ എപ്പോഴും എന്ന് പറഞ്ഞ് പറയണ. ത്വം ച സ്നാദഃ കൃതാഹാരഃ സ്വലംകൃതഃ വിഹരസ്വ. നീയും വന്നിട്ട് സ്നാദഃ, ആദ്യം വന്ന് കുളിക്കൂ, എന്നിട്ട് ആഹാരം കഴിക്കൂ. കൃതാഹാരനായിട്ട്, ആഹാരം കഴിച്ചവനായിട്ട്, സ്വലംകൃതഃ, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആഭരണങ്ങളൊക്കെ ധരിച്ച് അലങ്കാരത്തോടുകൂടി വിഹരസ്വ, പിന്നെ പോയി കളിച്ചോ, പിന്നെ കൂട്ടുകാരുമായിട്ട് കളിച്ചോ എന്ന മട്ടില് വീണ്ടും വീണ്ടും വിളിക്കണം. പലതും പറഞ്ഞ് വിളിക്കുന്ന ആ രംഗങ്ങളാണ്. അപ്പൊ കൂട്ടുകാരെ നോക്കൂ, അവർ പോലും എല്ലാം കഴിഞ്ഞു വന്നു കഴിഞ്ഞിരിക്കണു, നീ മാത്രം ഇങ്ങനെ കുളിക്കാതെ നിന്നോ ചെളിയിൽ എന്ന മട്ടില് ഒരു ചെറിയ എന്താ പറയുക കുറ്റബോധം തോന്നിപ്പിച്ച് വേഗം കുളിക്കാൻ വന്ന് വേഗം റെഡിയാവാനായിട്ട് പ്രേരിപ്പിക്കുന്നു. സാമദാന ഭേദം എന്ന് പറഞ്ഞ പോലെയുള്ള എല്ലാം പ്രയോഗിക്കേണ്ട ആര്? യശോദ എന്ന് പറയുക. ദണ്ഡം മാത്രമില്ല. പശ്യ പശ്യ വയസ്യാൻസ്തേ മാതൃമൃഷ്ടാൻ സ്വലംകൃതാൻ ത്വം ച സ്നാദകൃതാഹാരോ വിഹരസ്വ സ്വലംകൃതഃ. ഇത്തം യശോദാ തമശേഷശേഖരം മത്വാ സുതം സ്നേഹനിബദ്ധധീർനൃപ ഹസ്തേ ഗൃഹീത്വാ സഹ രാമമച്യുതം നീത്വാ സ്വവാടം കൃതവത്യദോദയം. ഇത്തം യശോദാ തമശേഷശേഖരം മത്വാ സുതം സ്നേഹനിബദ്ധധീർനൃപ ഹസ്തേ ഗൃഹീത്വാ സഹ രാമമച്യുതം നീത്വാ സ്വവാടം കൃതവത്യദോദയം. ഇത്തം, ഇപ്രകാരം യശോദ, ആ യശോദാദേവി, അശേഷശേഖരം തം, എല്ലാവരിലും വെച്ച് ശ്രേഷ്ഠനായിരിക്കുന്ന, എല്ലാവരുടെയും മുകളിലിരിക്കുന്ന അഗ്രഗണ്യനായിരിക്കുന്ന ഭഗവാനെ തന്റെ സുതം മത്വാ, തന്റെ പുത്രൻ എന്ന് കരുതിയിട്ട് ബ്രഹ്മാദി ദേവന്മാർ പോലും പൂജിക്കുന്ന ഭഗവാനെ
തൻ്റെ പുത്രൻ എന്ന് കരുതിയിട്ട് ഹേ നൃപ, അല്ലയോ പരീക്ഷിത് രാജാവേ, സ്നേഹനിബദ്ധദീഹി, സ്നേഹം കൊണ്ട് ബന്ധിക്കപ്പെട്ട മനസ്സോടുകൂടിയവളായിട്ടുള്ള യശോദ, സഹരാമം അച്യുതം ഹസ്തേ ഗൃഹീത്വ, രാമനോടുകൂടെ ബലരാമനോടുകൂടെ അനുജനെയും അച്യുതനെയും പോയി ചെന്ന് കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വരേണ്ടി വരണു. വിളിച്ചിട്ടൊന്നും കേൾക്കണില്ല. അപ്പൊ ഹസ്തേ ഗൃഹീത്വ, അങ്ങോട്ട് ചെന്ന് പിടിക്കുക. അല്ലേ, നമുക്കും അത് തന്നെ ഗതി, ഭഗവാനെ അങ്ങോട്ട് ചെന്ന് ആശ്രയിക്കുക. അപ്പൊ ഹസ്തേ ഗൃഹീത്വ സ്വപാഠം നീത്വ, സ്വന്തം ഗൃഹത്തിലേക്ക് നയിച്ച് പ്രാപിപ്പിച്ച് കൊണ്ടുവന്ന് അത് ഉദയം കൃതവതി, അത് ഉദയം കൃതവതി, അഭ്യുദയ കർമ്മങ്ങൾ എന്ന് വെച്ചാൽ കുളി, വസ്ത്രാലങ്കാരങ്ങള്, ഭക്ഷണം കൊടുക്കല്, ഇതൊക്കെ അഭ്യുദയ കർമ്മങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കൃഷ്ണന് ക്ഷേമമുണ്ടാവാനുള്ളതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ആ അമ്മ ചെയ്തു എന്നർത്ഥം. അങ്ങനെ മാത്രമല്ല ദാനാദികളൊക്കെ ചെയ്യാന്ന് വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കണം, അതുമൊക്കെ അഭ്യുദയത്തിന്റെ ഭാഗമാണ്. അങ്ങനെ അവനെ കൊണ്ട്, കൃഷ്ണനെ കൊണ്ട് എല്ലാ കർമ്മങ്ങളും ദേവി ചെയ്യിപ്പിച്ചു. ഇങ്ങനെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞുകൂടുന്നതിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇത് ഭഗവാന്റെ ഏകദേശം 4ാം പിറന്നാളായിട്ടുണ്ട് തോന്നുന്നു. ആ ദിവസമാണ് ഈ സംഭവം, അവസാനത്തെ സംഭവം. അത് കഴിഞ്ഞതാ ആലോചന, ഗോപന്മാരെല്ലാവരും കൂടി ആലോചിച്ച് ഈ ബൃഹത് വനം ഉപേക്ഷിച്ച് വൃന്ദാവനത്തിലേക്ക് പുറപ്പെടുന്നതാണ് തുടർന്ന് 21ാം ശ്ലോകം മുതൽ പറയുന്നത്. നമുക്കത് വൈകിട്ട് നോക്കാം. വൈകിട്ട് മിക്കവാറും ഞാനിവിടെ ഉണ്ടെങ്കിൽ ക്ലാസ് ഉണ്ട്, എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ മാത്രം ഒഴിവാക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. വൈകുന്നേരം നോക്കിക്കോളൂ നോട്ടിഫിക്കേഷൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ 4ാം ഓണം ആശംസകൾ.